ഓം ശ്രീനാരായണ പരമഗുരവേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ വിഭാഗമായ വിദൂര ദർശന പഠന പരിപാടിയായ ജഗത് വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവന്ദനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുവന്ദനം ആലപിക്കുന്നത് കുമാരി നന്ദന. ഓം ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഗുരുജനങ്ങളെ, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ശിഷ്യ പരമ്പരയിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഡോക്ടർ പൽപുവിനെ സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിൽ, ഈ ആഴ്ച ഭഗവാന്റെ അരുമ ശിഷ്യനായിരുന്ന ചിന്നസ്വാമി എന്ന വിളിപ്പേരുണ്ടായിരുന്ന കുമാരനാശാനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളാണ്. SNDP യോഗ രൂപീകരണ വേളയിൽ ഭഗവാനോടൊപ്പം ഡോക്ടർ പൽപുവിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച മഹാകവി കുമാരനാശാൻ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ജാതീയമായ ആവശ്യതകൾക്കെതിരെ തൂലിക പടവാളാക്കി പ്രവർത്തിച്ച മഹാകവിയാണ്. കായിക്കര KN കുമാരുവിനെ മഹാകവിയായി ഉയർത്തുന്നതിൽ തൃപാദങ്ങളും ഡോക്ടർ പൽപുവും വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ എടുത്തു തരുന്നത് ധർമ്മപഠന കേന്ദ്രത്തിൻ്റെ ആചാര്യ സ്ഥാനത്തുള്ള ശ്രീ VM ശശാറാണ്. കോട്ടയം ജില്ലയിലും ജില്ലയ്ക്ക് വെളിയിലും ഒട്ടേറെ ധർമ്മപഠന ക്ലാസ്സുകളിൽ ആചാര്യസ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട VM ശശാറിനെ സ്വാഗതം ചെയ്യുന്നു. സാർ കേരള സംസ്ഥാന സർവീസിൽ സിവിൽ എഞ്ചിനീയറായി റിട്ടയർ ചെയ്തതിന് ശേഷം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കേരളത്തിലും പുറത്തും ഒട്ടേറെ പ്രഭാഷണങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിലേക്ക് ബഹുമാനപ്പെട്ട VM ശശാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. നമസ്തേ സാർ. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സമയം പരിമിതമല്ലേ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. സ്വാഗതം പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ച് പറഞ്ഞു. കുമാരനാശാനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. കുമാരനാശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്ന് തന്നെ പറയാം. മലയാള സാഹിത്യത്തിൽ കുമാരനാശാൻ കവിതാ സാഹിത്യത്തിന് പുതിയൊരു മുഖം സംഭാവന ചെയ്ത ആളാണ്. കാരണം ആശാന് മുമ്പ് വരെ മലയാള സാഹിത്യം, പ്രത്യേകിച്ച് കവിതാ സാഹിത്യം ചരിച്ചിരുന്നത് ഒരു പ്രത്യേക പന്ഥാവിലൂടെയാണ്. അവിടെ രണ്ടു തരം രചനകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ശൃംഗാരം, മറ്റൊന്ന് ഭക്തി. ശൃംഗാര കവിതകളും ഭക്തി കവിതകളും മാത്രമായി അല്ല, അഥവാ ആ തരത്തിൽ കവിതാ രംഗത്തെ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അതിന് എതിരായി, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹിക വിഷയങ്ങളെ കവിതയാക്കി മാറ്റിക്കൊണ്ട് മനുഷ്യ പുരോഗതിക്ക് ആവശ്യമായ പുതിയ കാഴ്ചപ്പാട് അതിലൂടെ ഉയർത്തുന്നത് കുമാരനാശാനാണ്. ആദ്യമായി ആധുനിക കവിത്രയങ്ങളിൽ പ്രമുഖനായിരുന്നു കുമാരനാശാൻ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നാണ് ആധുനിക കവിത്രയങ്ങളെ അറിയപ്പെട്ടിരുന്നത്. ഈ മൂന്ന് പേരാണ്. അവരിൽ ഉള്ളൂരും വള്ളത്തോരും ഒക്കെ ആശാൻ ഈ രംഗത്ത് വന്നതിന് ശേഷമാണ് അവരുടെ രചനാ ശൈലി പോലും മാറ്റുന്നത്. അതിനൊക്കെ ചരിത്രരേഖയുണ്ട്. അപ്പൊ കവിതാ രംഗത്ത്, സാഹിത്യ രംഗത്ത് ആശാൻ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. ലോകം ഉള്ളിടത്തോളം, അഥവാ മലയാള ഭാഷ ഉള്ളിടത്തോളം കുമാരനാശാനെ പരാമർശിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. സാഹിത്യരംഗത്ത് എന്തെങ്കിലുമൊക്കെ എഴുതാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ആശാൻ ഒരു റെഫറൻസ് പുസ്തകമാണ്. ആശാനെ റെഫർ ചെയ്യാതെ കടന്നു പോകാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയാണ് സാഹിത്യ ലോകത്തുള്ള ആശാന്റെ ചിരപ്രതിഷ്ഠ. അതോടൊപ്പം തന്നെ ആശാൻ സംഘടനാ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളായിരുന്നു. പ്രത്യേകിച്ച് SNDP യോഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ
അതോടൊപ്പം ശ്രീനാരായണ ഗുരുദേവന്റെ അരുമ ശിഷ്യന്മാരിൽ പ്രമുഖൻ, ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ. അത് മറ്റൊരു വാചകത്തിൽ പറയുകയാണെങ്കിൽ ആശാൻ ശ്രീനാരായണ ഗുരുദേവന്റെ മാനസപുത്രനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം അടുപ്പം ആശാനും ഗുരുദേവനും തമ്മിലുണ്ടായിരുന്നു. ഇവിടെ സ്വാഗതപ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗുരുദേവനാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ കുമാരനാശാനെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കുന്നത് പോലും. കാരണം പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ ഇവിടെ ആശാൻ എന്ന പേര്, യഥാർത്ഥത്തിൽ കുമാരനാശാന് 14 വയസ്സായപ്പോൾ തന്നെ ആശാൻ എന്ന പേര് പതിഞ്ഞു. 4ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ അവിടെ ആ സ്കൂളിൽ തന്നെ ആശാന് വെറും 14 വയസ്സുള്ളപ്പോൾ അധ്യാപകനായി ജോലി കിട്ടി. അത്രയ്ക്ക് പ്രഗത്ഭനായിരുന്നു കുമാരനാശാൻ ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ ജോലി നോക്കിയിരിക്കുമ്പോൾ തന്നെ ആശാൻ എന്ന പേര് പറഞ്ഞു. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ആൾ എന്ന നിലയിൽ ആശാൻ ആശാൻ എന്ന അദ്ദേഹത്തെ ആളുകൾ വിളിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ ആ ആശാൻ ഒരുപക്ഷെ കായിക്കര കൊണ്ടും ഈ തെക്കൻ പ്രദേശമൊക്കെ കൊണ്ടും പരിമിതപ്പെട്ട ഒരു ജീവിതം നയിച്ച് പിൻവാങ്ങേണ്ടി വരുമായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായേനെ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ ആയിരുന്ന അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി ആശാനെ ലോകമറിയുന്ന വ്യക്തിയാക്കി മാറ്റുന്ന വിദ്യാഭ്യാസം കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് നിസ്സംശയം പറയാം. 1891 ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ കുമാരനാശാനും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ഇതിന് 2 പക്ഷമുണ്ട് ചരിത്രകാരന്മാരുടെ ഇടയിൽ. ഒന്നാമത്തെ പക്ഷം ഇങ്ങനെയാണ്: ഗുരുദേവൻ തന്റെ യാത്രാ വേളയിൽ കായിക്കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ കുമാരനാശാന്റെ പിതാവ് ക്ഷണിച്ചതനുസരിച്ച് അവിടെ വിശ്രമിക്കുമ്പോൾ കുമാരനാശാൻ അന്ന് കൊച്ചുകുട്ടിയാണ്. ഇവരുടെ അടുക്കൽ ചെന്ന് കുശലങ്ങളൊക്കെ പറഞ്ഞു, ആശാൻ കവിത എഴുതുന്നു ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. അതിനുശേഷം വീട്ടിൽ ചെന്ന കുമാരനാശാന് വീണ്ടും ഗുരുദേവനെ കാണണമെന്ന അധമ്യമായ ആഗ്രഹം തോന്നുന്നു. അതിന് മുഖ്യ കാരണം കവിത എഴുതുമെന്ന് പറഞ്ഞെങ്കിലും ഗുരുവിന്റെ മുമ്പിൽ ഒരു കവിത പോലും ചെല്ലാൻ കഴിയാതെ പോയി എന്നതായിരുന്നു. ആ കുറ്റബോധമാണ് ആ പ്രേരണ നൽകിയത് എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഗുരുദേവൻ കോലത്തുകര ക്ഷേത്രത്തിൽ വരുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഗുരുദേവനെ കാണാൻ തന്നെ നിശ്ചയപ്പെടുത്തിക്കൊണ്ട് ഒരു സതീർത്ഥ്യനുമായി കോലത്തുകര ക്ഷേത്രത്തിലെത്തുന്നു. സതീർത്ഥ്യനോട് നേരത്തെ പറഞ്ഞിരുന്നു, അവിടെ വെച്ച് എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം സ്വാമിയുടെ മുമ്പിൽ എന്ന്. അതിന് പ്രകാരം കുമാരനാശാന്റെ ഊഴമായപ്പോൾ ചെന്ന് തൊഴുതു നിൽക്കുമ്പോൾ സതീർത്ഥ്യൻ അഥവാ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു, ഇത് കുമാരൻ കായിക്കര വെച്ച് സ്വാമിയെ ഒരിക്കൽ കണ്ടിരുന്നു. ഓ, നമ്മൾ ഓർക്കുന്നു കവിത എഴുതുന്നൊക്കെ പറഞ്ഞ ആ കുമാരനല്ലേ എന്ന് ചോദിക്കുന്നു. സന്തോഷമായി കുമാരന്. അപ്പോൾ കവിത വല്ലതോ ഇപ്പോൾ ചൊല്ലി കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കുമാരൻ കവിതാ പുസ്തകം കരുതിയാണ് പോയത്. അവിടെ വെച്ച് തന്നെ കവിതകൾ ഒന്നൊന്നായി പാരായണം ചെയ്തു തുടങ്ങി. അത് കേട്ട ഗുരുദേവൻ അല്പം മൗനിയായി ഇരുന്നതിന് ശേഷം ആശാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, കവിതകളൊക്കെ കൊള്ളാം, പക്ഷേ എന്ന് പറഞ്ഞൊന്ന് നിർത്തി. അപ്പൊ കുമാരൻ ആകാംക്ഷയോടെ ഗുരുവിന്റെ മുഖത്ത് നോക്കി നിന്നു. പക്ഷെ ഇപ്പോൾ നീ ശൃംഗാര കവിതകൾ എഴുതാൻ പാടില്ല. ഇതൊരു പക്ഷേ ഒരു ജാള്യത കുമാരൻ ഉണ്ടാക്കി കാണും. താൻ എഴുതിയ ശൃംഗാര കവിതകളാണല്ലോ ഗുരുവിന്റെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. ഒരു സന്യാസി ശ്രേഷ്ഠന്റെ മുമ്പിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള കുറ്റബോധമൊക്കെ ഉണ്ടായി കാണാം. ആ കുറ്റബോധം കൊണ്ടുണ്ടായ ജാള്യത മാറ്റാനും കവിതാവാസനയെ ഒന്നുകൂടി പ്രോജ്വലിപ്പിക്കുവാനും ഗുരുദേവൻ മനഃശാസ്ത്രപരമായ ഒരു സമീപനം അപ്പോൾ സ്വീകരിച്ചു. ഇതെല്ലാം മറക്കാൻ വേണ്ടി ഗുരുദേവൻ ചോദിച്ചു, ഓഹോ, കവിതയൊക്കെ എഴുതുന്ന കുമാരനാകുമ്പോൾ സമസ്യ പൂരണം പറ്റുമായിരിക്കുമല്ലോ, നാം ഒരു സമസ്യ ചൊല്ലിയാൽ കുമാരന് പൂരണം ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ കുമാരന് സന്തോഷമായി. ഗുരുദേവൻ അവിടെ ഇരുന്നുകൊണ്ടൊരു സമസ്യ ചൊല്ലി, കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരധിയെ, അത്രയും ചൊല്ലിയിട്ട് കുമാരന്റെ മുഖത്ത് നോക്കി. കുമാരൻ അപ്പോൾ തന്നെ ബാക്കി 2 വരി പൂരിപ്പിച്ചു, കാലൻ കനിവറ്റ് കുറിച്ചു വിടും നോലപ്പടി എന്നെ അയക്കരുതേ എന്ന്. ഈ സമസ്യാപൂരണത്തിലെ ആദ്യത്തെ 2 വരിയും അതിനുശേഷം വരുന്ന 2 വരിയും തമ്മിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ബന്ധം അത് ദൃഢപ്പെടുത്തുന്നതാണ് സമസ്യാപൂരണത്തിലെ വിജയത്തിന്റെ ഒരു തെളിവായി ആളുകൾ സ്വീകരിക്കുന്നത്. അതുമായിട്ട് ചേരുന്നില്ലാത്ത തരത്തിലാണ്, അർത്ഥഭംഗം വരുന്ന തരത്തിലാണ് പൂരണം ചെയ്യുന്നതെങ്കിൽ ആ പൂരണത്തിൽ പരാജയപ്പെട്ടു പോകും. അപ്പൊ ആശാൻ ഗംഭീരമായി അത് പൂരണം ചെയ്തു. കാരണം ദേവനെ വിളിച്ച്, ശിവഭഗവാനെ വിളിച്ച് പറയുന്നത്, ഞാൻ മരണത്തിന് കീഴടങ്ങാൻ ഇടയാവരുതേ, അത് കാലൻ കനിവറ്റ് കുറിച്ച് വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുത് എന്നത്
പഴയ ഒരു മരണസങ്കല്പമാണ്. കാലനാണ് മരണത്തിന്റെ അതിനാഥൻ. അദ്ദേഹം ഓലയിൽ കുറിച്ചിട്ടാണ് ആളുകളുടെ അഡ്രസ്സ് യമകിങ്കരന്മാരുടെ കയ്യിൽ കൊടുത്ത് ഭൂമിയിൽ വന്ന് അവർ കണ്ടുപിടിച്ച് മരണത്തിന് കീഴടക്കി കൊണ്ടുപോകുന്നത്. കയറിട്ട് വരിഞ്ഞു കിട്ടിയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്, പുരാണ സങ്കല്പങ്ങൾ. അപ്പൊ അതെല്ലാം കൃത്യമായി ഇണങ്ങുന്ന തരത്തിലാണ് കുമാരനാശാൻ അത് പൂരണം ചെയ്ത് അതിൽ സംപ്രീതനായ ഗുരുദേവൻ കുമാരനാശാന്റെ ശിരസിൽ കൈ ഉയർത്തി അനുഗ്രഹിച്ചു. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിപ്പോയ കുമാരനാശാൻ വീണ്ടും ഈ പറഞ്ഞതുപോലെ ഒരു ആത്മസംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ഗുരുവിനെ കാണണം, ഗുരുവിനോടൊപ്പം ചേരണം എന്ന് വിചാരിച്ച് വീട്ടിൽ ആരോടും പറയാതെ തന്നെ ഇറങ്ങി അരുവിപ്പുറത്ത് വന്ന് ഗുരുവിനോടൊപ്പം ചേർന്നു എന്നതാണ് ഒന്നാമത്തെ ചരിത്രകാരന്മാരുടെ പക്ഷം. രണ്ടാമത്തെ വിഭാഗം ചരിത്രകാരന്മാരുടെ പക്ഷം, കായിക്കരയിലൂടെ വന്ന ഗുരുദേവൻ കുമാരനാശാന്റെ വീട്ടിൽ ചെന്നിരുന്നു. കുമാരനാശാന്റെ അച്ഛനുമായി ഗുരുദേവന് നല്ല പരിചയമായിരുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ വെച്ച് ഗുരുദേവൻ കുമാരനെ കണ്ടുമുട്ടി. യാത്ര പറഞ്ഞു പോകാൻ നേരത്ത് കുമാരനെ വിളിച്ചിട്ട് ഗുരുദേവൻ പറഞ്ഞു, കുമാര, നീ നമ്മോടൊപ്പം പോരുന്നോ എന്ന് ചോദിച്ചു. കുമാരൻ അപ്പോൾ തന്നെ ഞാൻ വരാമെന്ന് മറുപടി നൽകി. അങ്ങനെ ഗുരുദേവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ കുമാരന് ഗുരുവിനോടൊപ്പം ചേരണമല്ലോ, അങ്ങനെ പറഞ്ഞാണല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ഗുരുവിനോടൊപ്പം ചേരുന്നതിന് വേണ്ടി കുമാരനാശാൻ കായിക്കരയിൽ നിന്ന് കോലത്തുകര ക്ഷേത്രത്തിലെത്തി ഗുരുദേവനെ കണ്ടു. അങ്ങനെ ഗുരുദേവനോടൊപ്പം ചേർന്നു എന്നാണ് രണ്ടാമത്തെ വിഭാഗം ചരിത്രകാരന്മാരുടെ അഭിപ്രായം. സാനുമാഷനൊക്കെ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്നു. കോട്ടുകോയിക്കൽ വേലായുധൻ തുടങ്ങിയുള്ള ജീവചരിത്രകാരന്മാർ രണ്ടാമത്തെ വിഭാഗത്തിലാണ് പറയുന്നത്. ഇങ്ങനെ രണ്ട് പക്ഷമുണ്ട്. ഏത് പക്ഷമാവട്ടെ, 1891 അരുവിപ്പുറത്ത് കുമാരനാശാൻ ഗുരുദേവനോടൊപ്പം ചേർന്നു എന്നതാണ് ശരി. അത് ഒരുപക്ഷെ ഒരു ദൈവ നിയോഗമായിരിക്കാം. ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരെയും സന്യാസി ശിഷ്യന്മാരെയും ഒക്കെ പഠനം നടത്തുമ്പോൾ നമുക്ക് ഈ ദൈവ നിയോഗത്തിന്റെ പ്രത്യേകത അവിടെ കാണാൻ കഴിയും. എല്ലാം സംഭവിച്ചിരിക്കുന്ന ഒരു നിയോഗം കൊണ്ട് തന്നെയാണ്. അതിനൊരു മുൻകൂട്ടിയുള്ള നിശ്ചയം നിയതിയുടെ ഉണ്ടായിരുന്നു, അല്ലെ ഈശ്വരന്റെ ഉണ്ടായിരുന്നു. ആ നിശ്ചയം ഗുരുദേവന് കൃത്യമായി അറിയുകയും ചെയ്യാമായിരുന്നു. ത്രികാലജ്ഞാനിയായിരുന്നല്ലോ ഗുരുദേവൻ. അപ്പൊ ത്രികാലജ്ഞാനിയായ ഗുരുദേവന് ആ നിശ്ചയങ്ങളെല്ലാം മുൻകൂട്ടി അറിയാനും കഴിഞ്ഞിരുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ കുമാരനാശാൻ 1891 അവിടെ ചെന്ന് ചേരുമ്പോൾ പഠനം പൂർത്തിയാക്കിയിട്ടില്ല. അവിടെ ഗുരുവിന്റെ ശിഷ്യനായി ഒരു നിഴൽ പോലെ നടക്കുമ്പോൾ വെള്ളവസ്ത്രം, അന്ന് ഗുരുദേവനും വെള്ളവസ്ത്രം ധരിക്കുക, വെള്ളവസ്ത്രം ഉടുക്കുകയും ഒരു വെള്ള തോർത്ത് പുതയ്ക്കുകയും ചെയ്ത് ചന്ദനപ്പൊട്ടൊക്കെ തൊട്ട് ഭസ്മൊക്കെ തൊട്ട് ഈ കൊച്ചു പയ്യൻ ഇങ്ങനെ നടക്കും. 18 വയസ്സേ നന്നായിട്ടുള്ളൂ. കൊച്ചു പയ്യൻ എന്ന് പറയാൻ പറ്റില്ല, കൗമാരത്തിലെത്തി. അപ്പൊ ഒരിക്കൽ ഡോക്ടർ പൽപ്പു അവധിക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു പുതിയ അവതാരം അതിലെ ഇങ്ങനെ നടക്കുന്ന കണ്ടുകൊണ്ട് ഡോക്ടർ പൽപ്പു ഒരു തമാശ രൂപത്തിൽ മറ്റ് ശിഷ്യന്മാരോടായി ചോദിച്ചു പോലും, ഇതേതായി ചിന്നസ്വാമി എന്ന്. അപ്പൊ അത് കേട്ട് ആളുകളൊക്കെ പിന്നീട് കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചും തുടങ്ങി. അപ്പൊ അങ്ങനെ ചിന്നസ്വാമിയായി അരുവിപ്പുറത്ത് കഴിയുന്ന കുമാരനാശാനെ ഒരു ദിവസം ഗുരുദേവൻ പറഞ്ഞു, നമുക്കൊരു യാത്ര പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ട്രെയിനിലായിരുന്നു യാത്ര. ആ യാത്ര ചെന്ന് അവസാനിച്ചത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഗുരുദേവനെ സ്വീകരിക്കാൻ പാന്റും കോട്ടും തലപ്പാവും ഒക്കെ വെച്ച് കൂടെ സെക്യൂരിറ്റി ഗാർഡ്, ഓർഡർലി ആയിട്ട് ഗൺമാൻ എന്നൊക്കെ നമ്മളിപ്പോ പറയുന്ന തരത്തിലുള്ള ആളുകളും ഒക്കെ ആയിട്ട് വന്ന് ഒരാൾ സ്വീകരിച്ചു കൊണ്ടുവന്നു. പെട്ടെന്ന് ഈ കുമാരന് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായി, അരുവിപ്പുറത്ത് വന്ന് എന്നെ ചിന്നസ്വാമി എന്ന് വിളിച്ച ആളാണല്ലോ. അവിടെ വീട്ടിൽ ചെന്നു. ഗുരുദേവൻ അവിടെ ഒരു ദിവസം വിശ്രമിച്ച് പിറ്റേ ദിവസം മടങ്ങാൻ നേരം ആശാനും സഞ്ചിയൊക്കെ എടുത്ത് ഗുരുദേവനോടൊപ്പം മടങ്ങാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞു, ആശാൻ നമ്മോടൊപ്പം ഇപ്പോൾ, കുമാരൻ നമ്മോടൊപ്പം ഇപ്പോൾ വരുന്നില്ല. കുമാരനെ നാം കൊണ്ടുവന്നത് ഇവിടെ താമസിപ്പിച്ച് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. ആ ചുമതല നാം ഡോക്ടറെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഡോക്ടർ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അങ്ങനെ കുമാരനാശാൻ തന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് ബാംഗ്ലൂര് തെരഞ്ഞെടുത്തു. ശ്രീ രാജേന്ദ്ര സംസ്കൃത കോളേജിലാണ് കുമാരനാശാൻ ആദ്യം പഠിച്ചത്. ഈ ശ്രീ രാജേന്ദ്ര സംസ്കൃത കോളേജിൽ സംസ്കൃതത്തിലെ ബിരുദ പഠനത്തിന് ചേർന്ന് 3 വർഷം അവിടെ പഠിച്ചു. അത് പൂർത്തിയാകുന്ന അവസരത്തിൽ പ്ലേഗ് ബാധ ബാംഗ്ലൂരിനെ ഗ്രസിച്ച സമയത്ത് മദ്രാസിലേക്ക് പോകേണ്ടി വന്നു. 6 മാസം മദ്രാസിൽ പഠിച്ചു. ഈ പ്ലേഗ് ബാധ മദ്രാസിലും ഉണ്ടായപ്പോൾ അവിടെ നിന്നും കെട്ടുകെട്ടേണ്ടി വന്നു. അവിടെ നിന്ന് ആശാൻ നേരെ പോയത് കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിൽ 2 വർഷം ഈ പൂർത്തിയാകാൻ കഴിയാതിരുന്ന ബിരുദം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവിടെയും പഠിക്കേണ്ടി വന്നു.
അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരെ കുറിച്ചൊന്നും വലിയ എന്താ പറയുന്ന വ്യക്തമായ ധാരണകളൊന്നും ലഭിക്കത്തക്ക വിവരങ്ങളൊന്നുമില്ല. ഒരാളെ കുറിച്ച് മാത്രമേ പറഞ്ഞു കേൾക്കുന്നുള്ളൂ. അത് കൽക്കട്ടയിൽ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന കാമാഖ്യനാഥ വാഗീശ്വരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഗുരു എന്ന് പറഞ്ഞ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബാക്കി ഗുരുക്കന്മാരെ കുറിച്ചൊന്നുള്ള വിവരം നമുക്ക് ലഭ്യമല്ല. എന്തായാലും ഇങ്ങനെ 5 വർഷം കൽക്കട്ടയിലും മദ്രാസിലും ബാംഗ്ലൂരിലുമായി തന്റെ പഠനം പൂർത്തീകരിച്ച് മടങ്ങിയ കുമാരനാശാൻ മഹാപണ്ഡിതനായിട്ടാണ് മടങ്ങിയത്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഇവിടെ സംസ്കൃതം ആണ് ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കുന്നതെങ്കിലും അതോടൊപ്പം ഇംഗ്ലീഷ് ഭാഷയിലും നല്ല പരിജ്ഞാനം നേടാൻ ആ കാലഘട്ടത്തിൽ ആശാന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തിരിച്ച് മടങ്ങിയെത്തിയ കുമാരനാശാൻ നല്ല ഒന്നാന്തരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അങ്ങനെ തിരിച്ച് അരുവിപ്പുറത്ത് വന്നപ്പോൾ ഗുരുദേവൻ കുമാരനാശാൻ ഒരു ചുമതല ഏൽപ്പിച്ചു. അരുവിപ്പുറത്ത് അന്ന് 1899 മുതൽ, അഥവാ ആശാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഒരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയുടെ പേരാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഒരു അനൗദ്യോഗിക ചെറിയ സംഘത്തിന് ഗുരുദേവൻ രൂപം നൽകിയിരുന്നു. ആ സംഘത്തിന്റെ പേരായിരുന്നു അരുവിപ്പുറം വാവൂട്ടി യോഗം. ഈ അരുവിപ്പുറം വാവൂട്ടി യോഗത്തെ വിപുലീകരിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ച ആദ്യത്തെ സംഘടനയുടെ പേരാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. 11 ഓഹരികൾ 100 രൂപ വീതം എടുത്ത് ക്രമപ്പെടുത്തി അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിച്ച ഒരു സംഘടനയായിരുന്നു ഈ അരുവിപ്പുറം ക്ഷേത്രയോഗം. ആശാൻ തിരിച്ചു വന്നപ്പോൾ ഗുരുദേവൻ ഈ അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ കാര്യദർശിയായി ആശാനെ നിയോഗിച്ചു. അപ്പോൾ 1895 മുതൽ 1900 വരെ ബാംഗ്ലൂരും കൽക്കട്ടയിലും മദ്രാസിലുമായി പഠിച്ച് 1900 മടങ്ങിയെത്തിയ കുമാരനാശാൻ 1900 മുതൽ അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ കാര്യദർശിയായി പ്രവർത്തിക്കും. ഇങ്ങനെ കാലം കഴിഞ്ഞു പോകുന്നു. ഡോക്ടർ പൽപു വീണ്ടും അവധിക്ക് 1902 ഡിസംബർ മാസത്തിൽ എത്തുന്നു. കുമാരനാശാനും ഡോക്ടർ പൽപുവും കൂടെ നിൽക്കുമ്പോൾ ഗുരുദേവൻ പറഞ്ഞു, നമുക്ക് ഈ പ്രാവശ്യം ഡോക്ടറോട് ഒരു പ്രത്യേക കാര്യം പറയുവാനുണ്ട്. ഡോക്ടർ സന്തോഷത്തോടെ തൊഴുതു നിന്ന് കേട്ടു. എന്താവും സ്വാമി തൃപ്പാദങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ള അർത്ഥത്തിൽ. ഡോക്ടറോട് ഗുരുദേവൻ പറഞ്ഞു, ഇവിടെ ഈ കുമാരൻ കാര്യദർശിയായി പ്രവർത്തിക്കുന്ന അരുവിപ്പുറം ക്ഷേത്രയോഗമുണ്ടല്ലോ, ആ ക്ഷേത്രയോഗത്തെ വിപുലപ്പെടുത്തണം. അത് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവവും മറ്റ് കാര്യങ്ങളും ഒക്കെ മാത്രം നടത്തിക്കൊണ്ട് കഴിഞ്ഞുകൂടേണ്ട ഒരു ചെറിയ സംഘടനയായി നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല. അതിനെ വിപുലപ്പെടുത്തി ബഹുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു വലിയ പ്രസ്ഥാനമായി വളർത്തണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അത് ഏത് പ്രകാരത്തിൽ വേണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാൻ നാം അത് ഡോക്ടറെ ചുമതലപ്പെടുത്തുകയാണ്. ഡോക്ടർ അത് ചെയ്തിട്ടേ മടങ്ങിപ്പോകാവുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ ഈ ഗുരുവിന്റെ നിർദ്ദേശത്തെ ശിരസാ വഹിച്ചു. കുമാരനാശാനുമായിട്ട് പലതരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തി. എന്നിട്ട് കുമാരനാശാനോട് പറഞ്ഞു, നമുക്കൊരു ചെറിയ പൊതുയോഗം വിളിക്കണം. അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെയും മറ്റു ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരുടെയും ഒക്കെ ഒരു യോഗമായിട്ട് നടത്തണം. പക്ഷെ അതിന് ഇവിടെ സൗകര്യം കുറവായതുകൊണ്ട് വന്നു ചേരാൻ ബുദ്ധിമുട്ടല്ലേ അരുവിപ്പുറത്ത്. അന്ന് അതായത് മോട്ടോറബിൾ എന്ന് നമുക്ക് പറയാവുന്ന ഗതാഗത യോഗ്യമായ വാഹനങ്ങൾ ഓടിച്ചു എത്താൻ പറ്റുന്ന തരത്തിലുള്ള വഴികളൊന്നും അരുവിപ്പുറത്തേക്ക് അന്ന് ലഭ്യമായിരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് ഡോക്ടർ പൽപുവിന്റെ ചിറ്റപ്പൻ അന്ന് കുന്നുകുഴിയിൽ കമലാലയം ബംഗ്ലാവിൽ കുമാരുവിന്റെ വീട്ടിൽ വെച്ച് ഒരു ആലോചനാ യോഗം ഡിസംബറിൽ നടത്തി. ആ ആലോചനാ യോഗത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന SNDP യോഗം രൂപീകരിക്കണം. ഈ അരുവിപ്പുറം ക്ഷേത്രയോഗത്തെ വിപുലീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തു. അതിനാവശ്യമായ ബൈലോയുടെ കരട് രൂപം തയ്യാറാക്കി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ, അതായത് അതിന്റെ നിയമങ്ങൾ, ചട്ടങ്ങളൊക്കെ അതിന്റെ കരട് രൂപം തയ്യാറാക്കിയിട്ട് അവര് അരുവിപ്പുറത്ത് വന്നു. അരുവിപ്പുറത്ത് വന്ന ഗുരുദേവനോട് ഈ കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു. അതിന് പ്രകാരം അരുവിപ്പുറത്ത് വെച്ച് അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെയും മറ്റു പ്രധാന പ്രവർത്തകരുടെയും ഒരു യോഗം 1903 ജനുവരി മാസം 7-ാം തീയതി ശ്രീനാരായണ ഗുരുദേവന്റെ അധ്യക്ഷതയിൽ നടത്തുകയും ആ യോഗത്തിൽ ഇവരുടെ മുൻ തീരുമാനങ്ങൾ കുമാരനാശാനും ഡോക്ടർ പൽപുവും ഒക്കെ വായിച്ച് ഗുരുദേവനെ കേൾപ്പിക്കുകയും അതിന് പ്രകാരം ഗുരുദേവൻ അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ അന്ന് മുതൽ SNDP യോഗം എന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നിലവിൽ വന്നു. അത് 1903 ജനുവരി മാസം 7-ാം തീയതിയാണ്.
ഒരുപക്ഷെ ഞാനിതൊക്കെ നിങ്ങൾക്ക് യോഗചരിത്രം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാവും. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതിലിടെ കയറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അത് രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി നിയോഗിച്ചത് കുമാരനാശാനെയാണ്. അപ്പൊ ആ കുമാരനാശാൻ 15 വർഷക്കാലം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ആദ്യ ജനറൽ സെക്രട്ടറി. 1903 മുതൽ 19 വരെയുള്ള കാലത്താണ്. അത് 16 വർഷമുണ്ട്. പക്ഷെ 1916-ൽ N കൃഷ്ണൻ എന്ന ഒരു വ്യക്തി ജനറൽ സെക്രട്ടറി സ്ഥാനം മോഹിക്കുകയും അതിനുവേണ്ടി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ യോഗത്തിൽ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ കുമാരനാശാൻ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ഈ ഭാരം ഏൽപ്പിച്ചു. അദ്ദേഹം 1 വർഷം ഇതും കൊണ്ട് നടന്നപ്പോൾ മടുത്തിട്ട് തിരിച്ച് കുമാരനാശാനെ തന്നെ ഏൽപ്പിച്ചു. വീണ്ടും 1917 മുതൽ 19 വരെയുള്ള കാലം കൂടി കുമാരനാശാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നത്. ഒക്കെ ഇത് കവർ ചെയ്യുമ്പോൾ ഞാൻ ഈ യോഗചരിത്രത്തിൽ എടുത്ത നോട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് കുമാരനാശാനെ സംബന്ധിച്ച്. കാരണം ജനറൽ സെക്രട്ടറി ആയിരുന്നത് കൊണ്ട് ആ കാലഘട്ടത്തിലെ ചരിത്രം എല്ലാം കുമാരനാശാനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം വൈസ് പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ പെൽപ്പോണ്. അദ്ദേഹത്തിന് തിരക്ക് കൂടുതൽ, മൈസൂറിൽ ജോലി തിരക്ക്, അവിടെ പോകേണ്ടതുണ്ട്. SNDP യോഗത്തിന്റെ പരമാധ്യക്ഷനായി സമാധി പര്യന്തം ഇരിക്കുന്നത് ഗുരുദേവനാണ്. ഗുരുദേവനെ സംബന്ധിച്ച് അതിന്റെ ഒരു ഊർജ്ജ സ്രോതസ്സാണ്. കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അതിന്റെ കാര്യദർശി എന്ന നിലയിൽ കുമാരനാശാൻ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനിയും പറയേണ്ടി വരുന്നത് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. 1903 ആരംഭിച്ച SNDP യോഗത്തിന് 1904 ആയപ്പോൾ വിവേകോദയം എന്നൊരു പത്രം തുടങ്ങി. അത് ആശാന്റെ മിടുക്ക് തന്നെ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഒരു പത്രത്തിലൂടെ കാര്യങ്ങൾ എഴുതി ജനങ്ങളെ അറിയിക്കുന്നത് അക്കാലഘട്ടത്തിൽ ഇന്നിപ്പോഴത്തെ ഉള്ള പോലെ നവമാധ്യമങ്ങളൊന്നും അന്നില്ലല്ലോ. അപ്പൊ പത്രം മാത്രമാണ് ഏക ആശ്രയം. അപ്പം പത്രത്തിലൂടെ മാത്രമേ ബഹുജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഭരണാധികാരികളുടെ മുമ്പിലും ഒരു വാർത്ത എത്തിക്കാൻ കഴിയണമെങ്കിൽ പത്രം പോലെയുള്ള മാധ്യമം അനിവാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി 1904-ൽ തന്നെ വിവേകോദയം എന്ന ഒരു മാസിക ഗുരുദേവന്റെ അനുമതിയോടുകൂടി കുമാരനാശാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭ 1904-ൽ തുടങ്ങി. ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗത്വം, ഈഴവ സമുദായത്തിന്റെ അംഗത്വം അത് SNDP യോഗമാണ് നോമിനേറ്റ് ചെയ്ത് തരേണ്ടത് എന്ന ഒരു അവകാശവാദം ഉന്നയിച്ചു. അത് യോഗനാഥത്തിലൂടെ വിവേകോദയത്തിലൂടെ പ്രസിദ്ധീകരിച്ചു. രാജാവിനെ നേരിട്ട് നിവേദനമായി കൊടുത്തു. ആശാനാണ് അതിന് മുൻകൈ എടുത്ത. ഡോക്ടർ പെൽപ്പുവിന്റെ എല്ലാ പിന്തുണയും അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവരത് പരിശോധിച്ചിട്ട് SNDP യോഗത്തിന് ഒരു അംഗത്തെ തെരഞ്ഞെടുത്ത് അയക്കാനുള്ള ഒരു അനുമതി രാജാവിൽ നിന്നുണ്ടായി. അങ്ങനെ 1905-ൽ കുമാരനാശാൻ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യത്തെ SNDP യോഗം പ്രതിദാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുകയുണ്ടായി. ഈ ശ്രീമൂലം പ്രജാസഭയിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കുമാരനാശാൻ ഭംഗിയായി ഇംഗ്ലീഷ് എഴുതുകയും വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയായാണ് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നത്. ഈ ശ്രീമൂലം പ്രജാസഭയിൽ ജാതി വ്യത്യാസം അതിരൂക്ഷമായി നിലനിൽക്കുകയാണ് അക്കാലഘട്ടത്തിൽ. അപ്പൊ അവിടെ സവർണ മേധാവികളായിട്ടുള്ള ആളുകൾ ഏറെ ആദരിക്കപ്പെടുകയും അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രസംഗിക്കാൻ കുമാരനാശാനെ വിളിക്കുമ്പോൾ തന്നെ ആളുകളുടെ ഇടയിൽ ചെറിയ അലോസരം പോലെ, ഈ കുമാരൻ ഇനി എന്നാ പറയാനാ? ഒന്നാമത് കുമാരനാശാൻ അന്ന് 30 വയസ്സേ ഉള്ളൂ. ഈ 30 വയസ്സുകാരൻ എന്ത് അഭിപ്രായം പറയാനാ? അവിടെ നമുക്ക് മറ്റു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം, കുശലം പറയാം എന്നൊക്കെയുള്ള രൂപത്തിൽ ഒരു ഇളക്കം സദസ്സിലുണ്ടായി. ഇത് ആശാനെ വല്ലാതെ വിഷമിപ്പിച്ചു. ആശാനിൽ എനിക്ക് തോന്നുന്നു ഗുരുവിന്റെ ചൈതന്യം പ്രവർത്തിച്ചു കാണും. ആശാൻ അതിനുവേണ്ടി ഇവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റൊരു ഉപായമാണ് സ്വീകരിച്ചത്. ആശാൻ തന്റെ പ്രസംഗം മലയാള ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഭാഷയിലേക്കാക്കി മാറ്റി. ഒരു 3/4 മണിക്കൂർ നേരത്തെ ആശാന്റെ കന്നി പ്രസംഗം പൂർണ്ണമായി ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. ഇത് ശ്രീമൂലം പ്രജാസഭയിൽ ഇദം പ്രഥമമായി നടന്നതാണ്. അത് ആളുകളുടെ ഇടയിൽ വല്ലാത്തൊരു വികാരം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, വളരെ നിസ്സാരൻ എന്ന് കണ്ടിരുന്ന കുമാരൻ പിൽക്കാലത്ത് ശ്രീമൂലം പ്രജാസഭയിൽ ചെല്ലുമ്പോഴെല്ലാം ആദരണീയനാവുകയും വലിയ ആഢ്യന്മാർ പോലും കുമാരനോട് കുശലം പറയാനും ക്ഷയിക്കാൻ കൊടുക്കാനും ഒക്കെ അഹമഹമിഹിയ ചെല്ലുകയും ചെയ്യുന്ന ഒരു ബഹുമതി ഈ പ്രസംഗത്തിലൂടെ ആശാൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആശാൻ ശ്രദ്ധേയനായി. അതോടൊപ്പം തന്നെ 1 വർഷം മാത്രം വയസ്സായ, അല്ലെങ്കിൽ 1 വയസ്സ് മാത്രമായ SNDP യോഗം എന്ന പ്രസ്ഥാനം വലിയ പ്രസ്ഥാനമാണ് എന്ന് ജനം അംഗീകരിക്കേണ്ടിയും വന്നു. കാരണം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കുമാരനാശാൻ
ഒരു ഇംഗ്ലീഷ് പ്രസംഗം നടത്താൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ ഈ അന്ന് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിരളമായ ആളുകൾക്ക് അറിയത്തുള്ളൂ. അപ്പൊ അത്രയും എന്താ പറയാ, അത്ര സാധാരണമല്ലാത്ത ഭാഷയിൽ, ആ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ പ്രാഗൽഭ്യമുള്ള വ്യക്തി കൂടിയാണ്, അത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യക്തി കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ SNDP യോഗം ഒരു നിസ്സാര സംഘടനയല്ല എന്ന് സവർണ മേധാവികളടക്കം രാജധാനിയിലെ ഉദ്യോഗ പ്രമുഖരടക്കം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിക്കുന്നതിന് ആ കന്നി പ്രസംഗത്തിലൂടെ കുമാരനാശാന് കഴിഞ്ഞിട്ടുണ്ട്. ഗുരുദേവൻ, ഞാൻ സൂചിപ്പിച്ചു, കുമാരനെ തന്റെ മാനസപുത്രനായാണ് കണ്ടിരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ കുമാരനാശാനിലേക്ക് ഗുരുവിന്റെ ദർശനത്തെയും ആദർശങ്ങളെയും ഒക്കെ സന്ദർഭം കിട്ടുമ്പോൾ ചെറിയ ചെറിയ വാചകങ്ങളിൽ ഗുരുദേവൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് പല ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. ഇത് ഗുരുവിന്റെ, അല്ലെങ്കിൽ ഗുരുവിന്റെ ആകർഷണ വലയത്തിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കാനുള്ള ഒരു പ്രാപ്തി കുമാരനാശാനിൽ ഉണ്ടാക്കി. അതോടൊപ്പം ആധ്യാത്മികതയെക്കുറിച്ചും വേദാന്തത്തെക്കുറിച്ചുമുള്ള ജ്ഞാനം കുമാരനാശാനിൽ രൂഢമൂലമായി. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പിൽക്കാലത്ത് 1907 എഴുതിയ കുമാരനാശാന്റെ ഏറ്റവും ശ്രദ്ധേയമായ, അത് ജനങ്ങൾ ഏറെ ചർച്ച ചെയ്യാൻ ഇടയാക്കിയ ആദ്യത്തെ കവിത എന്ന് പറയുന്ന വീണപൂവ്. ആ വീണപൂവിൽ ആശാന് ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്ന് നിന്റെ ആ ഭൂതി എങ്ങ് പുനരുന്ന് കിടപ്പി തോർത്താൽ എന്ന് എഴുതാൻ കഴിഞ്ഞ അതുകൊണ്ടാണ്. അത് യഥാർത്ഥത്തിൽ ഗുരുദേവ ദർശനത്തിൽ നിന്ന് ഉൾക്കൊണ്ട ആപ്തവാക്യമാണ്. കാരണം മനുഷ്യന്റെ ജീവിതം അസ്ഥിരമാണ് എന്ന് കൃത്യമായി ആശാൻ അസന്നിഗ്ധമായി അതിൽ പറയാം. അങ്ങനെ നോക്കി ആശാൻ കവിതകൾ ഉടനീളം ഗുരുവിന്റെ ദർശനത്തിന്റെ സ്വാധീനമുണ്ടെന്നറിയാം. അത് മാത്രമല്ല, കുമാരനാശാനെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരനാണെന്ന് ആദ്യമായി തുറന്ന് പറയുകയും എഴുതുകയും ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കുമാരനാശാനാണ്. ഒരു സംശയവുമില്ല. കുമാരനാശാൻ എഴുതിയ ഭക്തവിലാപം എന്ന ഒരു ചെറിയ കൃതിയുണ്ട്. ആ ചെറിയ കൃതി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അണകവിയും നഴലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ച് കവിഞ്ഞു പാരവശിയാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ എന്നാണ് തുടങ്ങുന്നത്. അപ്പം ശ്രീനാരായണ ഗുരുദേവൻ ആശാനെ സംബന്ധിച്ച് ദൈവം തന്നെയായിരുന്നു. ഓം ശ്രീനാരായണ പരമഗുരുവേ നമ എന്ന് എഴുതിയിട്ടോ പറഞ്ഞിട്ടോ മനസ്സിൽ ധ്യാനിച്ചിട്ടോ ആയിരിക്കും ഗുരുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, കുമാരനാശാന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത് എന്ന് ചില ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ ജനങ്ങൾ പൂർണ്ണമായി കാണുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം, ജനങ്ങൾ പൂർണ്ണമായി അറിയട്ടെ എന്റെ നിലപാട് എന്ന ആ നിലപാട് വ്യക്തമാക്കുന്ന തരത്തിൽ അണകവിയും നഴലാഴി ആഴും എന്നിൽ പ്രണയമുദിച്ച് കവിഞ്ഞു പാരവശിയാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ എന്ന് അസന്നിഗ്ധമായി എഴുതി വെച്ചത്. അപ്പൊ എന്റെ ദൈവം ആരാണ്? ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ ശ്രീനാരായണ ഗുരുദേവനാണ് ഈശ്വരൻ എന്ന് ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഒരുപക്ഷെ മറ്റു ശിഷ്യന്മാരുടെ എല്ലാം മനസ്സിൽ ഗുരു ഈശ്വരനാണെന്ന ഭാവം തന്നെ ഉണ്ടായിരുന്നിരിക്കാം, ഒരു സംശയം വേണ്ട. കാരണം അത് രാജധാനിയിൽ പോലും അങ്ങനെ പതിഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ 1904 അന്ന് ഒരു ചെറിയ കേസ്, സിവിൽ കേസ് ഗുരുദേവന്റെ പേരിലുണ്ടായി. കാരണം കോട്ടാറിനടുത്തുള്ള ചിന്മയാനന്ദ സ്വാമിയുടെ സ്ഥലവും മറ്റും അദ്ദേഹം ഗുരുദേവൻ എഴുതി കൊടുത്തെങ്കിലും ചില അനന്തരാവകാശികൾ അതിന്റെ പേരിൽ അവർക്ക് കൂടി അവകാശമുണ്ട്, അത് തിരിച്ച് കിട്ടണം, അസ്ഥിരപ്പെടുത്തണം, ഈ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിവിൽ കേസ് കൊടുത്തപ്പോൾ കോടതിയിൽ നിന്ന് ഗുരുദേവനെ കോടതിയിൽ ഹാജരായി മൊഴി നൽകാൻ വേണ്ടി ഒരു സമൻസ് അയച്ചു. ശിഷ്യന്മാരാകെ വിഷമിച്ചു. ഗുരുവിനെ അങ്ങനെ കോടതിയിൽ ഹാജരാക്കി കൂട്ടിൽ കയറി നിന്നുകൊണ്ട് മൊഴി കൊടുക്കുക എന്ന് പറയുന്നത് ഗുരുവിനെ ആരാധിക്കുന്ന ജനലക്ഷങ്ങൾക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല. അതിനെന്ത് മാർഗമെന്ന് ആലോചിച്ചപ്പോൾ ഏതായാലും ഒരു പരാതി എഴുതി രാജാവിന് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി എഴുതി രാജാവിന് സമർപ്പിച്ചു. രാജാവ് ഈ പരാതി വായിച്ചു നോക്കിയിട്ട് ദിവാനെ ആളയച്ചു വരുത്തി. ദിവാനോട് ചോദിച്ചു, എന്താണ് ഈ പരാതി, താങ്കൾ കണ്ടോ? ദിവാനത് ഒന്നും പറയാതെ നിന്നു. രാജാവ് പറഞ്ഞു, ഗുരുസ്വാമിയെ കോടതിയിൽ ഹാജരാക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? ദിവാനൊന്നും മിണ്ടിയില്ല. രാജാവ് വീണ്ടും പറഞ്ഞു, നാം അതിന് അനുവദിക്കുകയില്ല. ഗുരുസ്വാമി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ദിവാനൊന്നും മിണ്ടുന്നില്ല. രാജാവ് പറഞ്ഞു, ആ ദിവ്യാത്മാവിനെ കോടതിയിൽ സാധാരണ ഒരു പൗരനെ
സാധാരണ ഒരു പ്രജയെ ഹാജരാക്കി മൊഴിയെടുക്കുന്ന പോലെ എടുക്കാൻ പാടില്ല. അത് ദൈവകോപത്തിനിടയാവും. അതുകൊണ്ട് നാം കൽപ്പിക്കുന്നു, ഗുരുസ്വാമിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങൾ ഉണ്ടായാൽ ആ വ്യവഹാരത്തിൽ ഗുരുസ്വാമിയുടെ മൊഴി ആവശ്യമാണ് എന്നേ വരികയില്ല. ആ മൊഴി രേഖപ്പെടുത്താൻ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റോ ജഡ്ജിയോ മുനിസിപ്പോ ആരായാലും ഗുരുസ്വാമി എവിടെയാണോ വിശ്രമിക്കുന്നത് അവിടെ ചെന്ന് ആ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ്. ഇത് രാജകൽപ്പനയാണ്. ഇത് രാജ്യത്ത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം എന്ന് പറഞ്ഞു. ദിവാൻ അത് ഡ്രാഫ്റ്റ് ചെയ്തു, അത് കത്താക്കി എല്ലാ കോടതികളിലും അറിയിക്കുകയും ചെയ്തു. അങ്ങനെ 1904 ശേഷം ശ്രീനാരായണ ഗുരുദേവൻ, 4 പോലും ഹാജരായില്ല ഗുരുദേവൻ, 4 മുതൽ ശ്രീനാരായണ ഗുരുദേവൻ കോടതി വിമുക്തനാക്കപ്പെട്ടു. ഒരു സാധാരണ പൗരൻ, നമുക്കറിയുന്ന ജനാധിപത്യത്തിൽ പോലും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്ന ഒരു ഭേദം പോലും ഇല്ലാതെ ആരും ഒരു കേസുണ്ടായാൽ കോടതിയിൽ ഹാജരാവാൻ സമൻസ് വന്നാൽ ഹാജരായേ പറ്റും. മറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഹാജരാവേണ്ടെന്ന് ആ ഭരണം പോലും തീരുമാനിക്കാൻ കാരണം എന്താണ്? ഗുരുവിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മഭാവത്തിന്റെ ഈശ്വരീയതയെ രാജധാനിയിൽ പോലും അതിനകം തന്നെ ബോധ്യമായിരുന്നു എന്നതല്ലേ അതിന് കാരണം? നിശ്ചയമായിട്ടും അതെ. അപ്പൊ ഇതിലെ ഞാൻ പറഞ്ഞു വന്നത്, അക്കാലഘട്ടമായപ്പോഴേക്കും ആശാന് മാത്രമല്ല രാജധാനിയിൽ പോലും ഗുരുദേവൻ പൂജ്യനായി കഴിഞ്ഞിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ ഗുരുവിനെ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാവുന്നതിൽ നിന്ന് മുക്തനാക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രയ്ക്ക് ഭക്തിയായിരുന്നു ആശാൻ ഗുരുവിനോട്. ഗുരുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആശാന് ചിന്തിക്കാനേ കഴിഞ്ഞില്ല. അത് ഗുരു സവിധത്തിൽ ആശാൻ അണഞ്ഞപ്പോൾ മുതൽ അങ്ങനെയായിരുന്നു. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു തെളിവ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ബാംഗ്ലൂരിൽ കൊണ്ട് കുമാരനാശാനെ വിട്ടിട്ട് തനിയെ മടങ്ങുന്നു ഗുരുദേവൻ. ഈ തനിയെ മടങ്ങുന്ന ഗുരുദേവനെ നോക്കിക്കൊണ്ട് ആശാൻ ഉച്ചത്തിൽ കരഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ സങ്കടം ഒരാഴ്ചത്തേന് ആശാനിൽ നിലനിന്നു. ഡോക്ടർ പൽപുവിന്റെ സഹധർമ്മിണിയുടെ സ്നേഹമസൃണമായ ഒരു മാതൃസദൃശ്യമായ സ്നേഹപരിലാളനകളിൽ പതുക്കെ മനംമാറ്റം വന്നിട്ടാണ് കുമാരനാശാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരാൻ പോലും സമ്മതിച്ച് കോളേജിലേക്ക് പോകാൻ തയ്യാറായത് എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആശാൻ ഗുരുദേവനെ പിരിഞ്ഞൊരു ജീവിതം ഉണ്ടായിരുന്നില്ല. ആശാൻ മഹാകവിയാകുമെന്നോ അല്ലെങ്കിൽ ആശാൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി മാറുമെന്നോ ഒന്നും സ്വപ്നം കാണാതെ ഏതോ ഉൾപ്രേരണയാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ച നിയതിയുടെ നിയോഗത്താൽ അഥവാ ഈശ്വരന്റെ നിയോഗത്താൽ പ്രേരിതനായി ഗുരുവിനോടൊപ്പം ചേർന്നതാണ്. അന്നൊന്നും അറിയത്തില്ല ഈ തരത്തിലൊന്നും എത്തുമെന്നും SNDP യോഗം ഉണ്ടാവുമെന്നും SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആകുമെന്നും ഒന്നും അറിയാതിരിക്കുന്ന കാലത്ത് ചേർന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈശ്വര നിശ്ചയം തന്നെയാണ്. അതുകൊണ്ട് സർവസ്വവുമായി ഗുരുദേവനെ ആശാൻ കാണുകയാണ്. ഗുരു ഇല്ലാത്ത ഒരു സങ്കല്പം പോലും കുമാരനാശാൻ ഉണ്ടായിരുന്നില്ല. ഗുരുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സംഘടനാ പ്രവർത്തനം കുമാരനാശാൻ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല, ഗുരുദേവനും കുമാരനാശാനും കൂടെ ഉള്ള ഫോട്ടോ ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ഫോട്ടോയാണെങ്കിൽ അവിടെ ഗുരുദേവൻ ഇരിക്കുന്നു, കുമാരനാശാൻ നിൽക്കുന്നു, ഇങ്ങനെയായിരിക്കും വെച്ചത്. ഒരിക്കൽ കൂടി പറയാം, ആ ഫോട്ടോ മോർഫ് ചെയ്തതല്ലെങ്കിൽ നിശ്ചയമായിട്ടും ഗുരുദേവൻ ഇരിക്കുന്നു കസേരയിൽ, ഗുരുദേവന്റെ തൊട്ടടുത്ത് കുമാരനാശാൻ നിൽക്കുന്നു, അങ്ങനെയാണ് ചിത്രമുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരിക്കൽ പോലും ശ്രീനാരായണ ഗുരുദേവനോട് ഒപ്പം കുമാരനാശാൻ ഇരിക്കുമായിരുന്നില്ല. സത്യത്തിൽ സംഘടനാപരമായി പറഞ്ഞാൽ ഇരിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഗുരുദേവൻ പ്രസിഡന്റ് അവിടെ ഒരു കസേരയിൽ ഇരിക്കുന്നു, കുമാരനാശാൻ ജനറൽ സെക്രട്ടറി ഇപ്പുറത്തൊരു കസേരയിൽ ഇരിക്കുന്നു, അപ്പുറത്ത് ഡോക്ടർ പൽപു വൈസ് പ്രസിഡന്റ് ഒരു കസേരയിൽ ഇരിക്കുന്നു. അതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല. അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ ഒരിക്കൽ പോലും ഗുരുദേവന്റെ മുമ്പിൽ കുമാരനാശാൻ ഇരുന്നു കൊണ്ട് കാര്യനിർവഹണം നടത്തിയിട്ടില്ല. ഒരിക്കൽ തമാശ രൂപത്തിൽ ഗുരുദേവൻ കുമാരനാശാനോട് ഒരു കാര്യം പറയുകയുണ്ടായി. അത് SNDP യോഗത്തിന്റെ ബൈലോ ഡ്രാഫ്റ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഇതൊരു മതസംഘടനയാണ് എന്ന് ധ്വനിക്കുന്ന തരത്തിൽ അതിന്റെ മുഖവിരയിലുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. ഈഴവ സമുദായത്തിന്റെ
എന്ന് തുടങ്ങിയ പരാമർശങ്ങൾ അത് ഇപ്പോഴും ബൈലോയ്ക്കകത്തുണ്ട്. ഇതിനെക്കുറിച്ച് ഗുരുദേവൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ എഴുതാൻ കാരണം? ഗുരുദേവന് അത് താല്പര്യം ഉണ്ടായിരുന്ന കാര്യമേ അല്ല എന്നാണ് ചരിത്രത്തിൽ നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാനം ഈ ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ചേർന്ന് ഗുരുദേവനെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചു, അഥവാ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഗുരുദേവൻ ആദ്യമൊന്നും അത് അംഗീകരിക്കുമായിരുന്നില്ല. ഇതല്ല നമ്മുടെ സംഘടന എന്ന് പറയുമായിരുന്നു. അവസാനം കാര്യകാരണ സഹിതം ഗുരുവിനെ ബോധ്യപ്പെടുത്തിയത് കുമാരനാശാനാണ്. കാര്യം ഇതാണ്, അന്ന് നിലവിലിരുന്ന നിയമസംഹിത അനുസരിച്ച് സമുദായങ്ങൾക്ക് സംഘടന കിട്ടുമായിരുന്നുള്ളൂ. സമുദായരഹിതമായ ഒരു സംഘടനാ സങ്കല്പം അന്ന് രാജഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏത് സംഘടന രജിസ്റ്റർ ചെയ്യുമ്പോഴും അത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെതായിരിക്കണം. അതായിരുന്നു അന്നത്തെ നിയമം. ഈ കാര്യങ്ങൾ ആശാൻ ഗുരുദേവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അല്പം തമാശ രൂപത്തിൽ ഗുരുദേവൻ ആശാനെ മൂത്ത് നോക്കി പറയുന്നുണ്ട്, ഇനി മുതൽ നാം നിന്നെ ആശാനെന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഗുരുദേവൻ ആശാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞു കാണില്ല. കാരണം ആശാൻ എപ്പോ വേണമെങ്കിലും ഗുരുവിന്റെ കാലിൽ തൊട്ട് വന്നിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാനസികാവസ്ഥയിൽ ആശാൻ. അതിനപ്പുറത്തൊന്നുമല്ല. ഒരു ജനറൽ സെക്രട്ടറി ആണ് എന്ന് ഗുരുദേവൻ ഒരിക്കലും ആശാനെ വിളിക്കുന്നത് പോലും ആശാൻ ഇഷ്ടമായിരുന്നില്ല. എങ്കിൽ പോലും തമാശ രൂപത്തിൽ ഗുരുദേവൻ ചോദിക്കുന്നുണ്ട്, നാം ഇനി മുതൽ നിന്നെ ആശാനെന്ന് വിളിക്കട്ടെ എന്ന്. ഞാനിത് പറഞ്ഞത് അത്ര ഇഴയെടുപ്പമുള്ള, അത്ര സ്നേഹമസൃണമായ, അത്രയ്ക്ക് വാത്സല്യ നിർഭരമായ ഒരു ബന്ധമായിരുന്നു ആശാനും ഗുരുദേവനും തമ്മിൽ. എനിക്ക് തോന്നുന്നു ആശാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല എന്ന് ഗുരുദേവൻ കരുതിയിരുന്നതായി ആശാൻ തെറ്റിദ്ധരിച്ചിരുന്നു. അതിന്റെ വേറൊരു ഭാഗമുണ്ട്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന് ഒരുപക്ഷെ ഗുരുദേവൻ കരുതിയിരുന്നിരിക്കാം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അത്തരം ഒരു ചരിത്ര സംഭവമുണ്ട്. കാരണം ആശാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് വിവാഹത്തിനാകാൻ പോകുന്ന വിവരം ആശാൻ ഗുരുദേവനെ അറിയിച്ചില്ല, മറച്ചു വെച്ചു. അവസാനം വിവാഹം അടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 4 പദ്യങ്ങളുള്ള ഒരു കത്ത് ആശാൻ ഗുരുദേവൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ കത്തിലൂടെയാണ് ഔദ്യോഗികമായി ഗുരുദേവൻ വിവാഹിതനാകാൻ പോകുന്ന കുമാരനാശാൻ എന്ന് അറിയുന്നത്. അതിന് മുമ്പ് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഗുരുദേവൻ അറിയുകയും ചെയ്യാമായിരുന്നു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന്. കാരണം ആശാനോട് മറച്ചു വെച്ചു. ഒരു പക്ഷെ അത് ഞാൻ ബ്രഹ്മചാരിയായി ഗുരുവിന്റെ കാലശേഷം സന്യാസിയായി തീരേണ്ടതാണ്, അങ്ങനെയായിരിക്കും ഗുരുദേവൻ ധരിച്ചിരിക്കുന്നത്, അങ്ങനെയായിരിക്കും എന്നെ ഗുരുദേവൻ വളർത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ വിവാഹം കഴിച്ചു പോകുന്നത് ഗുരുശാപത്തിനിടയാകുമോ, ഗുരുവിന് ഇഷ്ടപ്പെടാതെ വരുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടും ഭയഭക്തി ബഹുമാനങ്ങൾ കൊണ്ടുമായിരിക്കും ആശാൻ അത് പറയാതിരുന്നത്. പക്ഷേ ഈ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ ഗുരുവിനോട് പറഞ്ഞു, ആശാൻ വിവാഹിതനാകാൻ പോകുന്നു, കത്തയച്ചിട്ടുണ്ട്, മറുപടിയായി അനുഗ്രഹം അറിയിക്കണ്ടേ എന്ന് ചോദിച്ചു. ഗുരുദേവനൊന്നും മിണ്ടിയില്ല. വീണ്ടും പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞ മറുപടി ഇങ്ങനെയാണെന്നാണ് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അനുഗ്രഹം പണ്ടേ ഉണ്ടല്ലോ, ഇനി ഒന്ന് അറിയിച്ചിട്ട് വേണോ അത് എന്ന് പറഞ്ഞു എന്നാണ്. ഇത് 2 തരത്തിൽ വ്യാഖ്യാനിക്കാം. എന്തായാലും പിൽക്കാല ആശാന്റെ കുടുംബജീവിതം 6 വർഷമേ നീണ്ടു നിന്നുള്ളൂ. നമുക്കറിയാം, വിവാഹിതനായിട്ട് 6 അല്ല 7 വർഷം മാത്രമേ കഴിയാൻ കഴിഞ്ഞുള്ളൂ. കുമാരനാശാന്റെ സഹധർമ്മിണിയായി വന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഭാനുമതി അമ്മ ഇല്ലേ? ആ ഭാനുമതി ആരായിരുന്നു നമുക്കൊക്കെ അറിയാം. ഈ ഭാനുമതിയുടെ വീടുമായിട്ട് SNDP യോഗത്തിന്റെ ചരിത്രത്തിന് ഒരു ചെറിയ ബന്ധമുണ്ട്. എന്തായിരുന്നു ആ ബന്ധം എന്നറിയാമോ? ആ ബന്ധം, ഈ ഭാനുമതി ജനിച്ച വീട് തിരുവനന്തപുരത്തിനടുത്തുള്ള കുന്നുകുഴിയിലെ കമലാലയം ബംഗ്ലാവാണ്. ഈ കമലാലയം ബംഗ്ലാവ് SNDP യോഗവുമായിട്ട് ബന്ധമുള്ള ഒരു വീടാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അത് ഒരുപക്ഷെ നിങ്ങൾ മറന്നെങ്കിൽ ഓർക്കുക. ഈ കമലാലയം ബംഗ്ലാവിൽ വെച്ചാണ് SNDP യോഗം രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ആദ്യ ആലോചനാ യോഗം നടന്നത്. മറ്റൊരു ബന്ധം കൂടി കമലാലയം ബംഗ്ലാവിനുണ്ട് SNDP യോഗവുമായിട്ട്. ആ ബന്ധമെന്ന് പറയുന്നത്, ഈ കമലാലയം ബംഗ്ലാവിലെ കുമാരു എന്ന വ്യക്തി SNDP യോഗത്തിന്റെ സ്ഥാപകാചാര്യന്മാരിൽ ഗുരുദേവൻ കഴിഞ്ഞാൽ പ്രമുഖനായി കാണണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഡോക്ടർ പൽപ്പുവിന്റെ ചിറ്റപ്പനാണ്. അപ്പൊ ആശാന്റെ നാടൻ ഭാഷ പറഞ്ഞാൽ അമ്മായി അച്ഛൻ എന്ന് പറയുന്ന ആരാണ്?
ഡോക്ടർ പൽപുവിന്റെ ചിറ്റപ്പനാണ്. അപ്പൊ ഡോക്ടർ പൽപുവിന്റെ ചിറ്റപ്പൻ എന്ന ബന്ധം, ഒപ്പം SNDP യോഗത്തിന്റെ ആലോചനാ യോഗം ആദ്യം നടന്ന വീട് എന്ന ബന്ധം, ഈ രണ്ടു തരത്തിലുള്ള ബന്ധത്തോടൊപ്പമാണ് കുമാരനാശാന്റെ സഹധർമ്മിണിയുടെ വീട്, ഭാനുമതി അമ്മയുടെ വീട് എന്ന ബന്ധം കൂടി ഉണ്ടായി. 1917 കുമാരനാശാന്റെ വിവാഹം. കാലഘട്ടത്തിൽ ചെറിയ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടന്നതാണ് വിവാഹത്തെ സംബന്ധിച്ച്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. കാരണം ആശാന് 45 വയസ്സും സഹധർമ്മിണിക്ക് 17 വയസ്സുമായിരുന്നു പ്രായം. അതുകൊണ്ട് തന്നെ പലരും അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ വാർത്തയും ആശാന്റെ കർണപുടങ്ങളിൽ എത്തിയപ്പോൾ ആശാൻ പറഞ്ഞ മറുപടി, എനിക്കൊരു ഭാര്യയെ സംരക്ഷിക്കാനുള്ള ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഈ പ്രായം ഒരു പ്രശ്നമല്ല, ഞാൻ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ സംഭവം SNDP യോഗത്തിൽ തന്നെ അത് ചർച്ച വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വർഷം യഥാർത്ഥത്തിൽ SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നഷ്ടമായ വർഷമെന്ന് വേണമെങ്കിലും പറയാം. കാരണം ആശാന് പൂർണ്ണമായി SNDP യോഗത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈ പറഞ്ഞ, അതൊരു 1916 കാലഘട്ടത്തിലാണ്, 16-17 കാലഘട്ടത്തിലാണ്. അന്നേരമാണ് ശത്രുക്കളൊക്കെ ആശാനെതിരെ ചടകുടഞ്ഞ് എഴുന്നേക്കുകയും ആശാൻ രാജിവെച്ച് പോകണമെന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴാണ് ഗുരുദേവനോട് പറഞ്ഞ്, എനിക്കിനി ഇത് കൊണ്ടു നടക്കാൻ പറ്റുകയില്ല, സ്വാമി എന്നെ ഒരു വിടുതൽ ചെയ്യണം, ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശാൻ നിവേദനം നടത്തുകയും കരയുകയും ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കവിത എഴുതുകയും ഒക്കെ ചെയ്ത ആ കാലഘട്ടത്തിലാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച 1916 മറ്റൊരാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരികയും ആശാൻ ഒരു വർഷം മാറി നിൽക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ആശാൻ കുടുംബജീവിതത്തിലേക്ക് നടക്കുമ്പോൾ ഉണ്ടായ ഒരു സ്ഥിതി ആണ്. ആശാൻ വിവാഹിതനായിട്ട് കൈതമുക്കിലാണ് ആദ്യമായി വന്ന് കുടുംബജീവിത താമസം തുടങ്ങിയത്. കൈതമുക്കിൽ ഒരു ചെറിയ വീടും സൗകര്യവും ആശാൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കൈതമുക്ക് ഇപ്പോൾ പ്രസിദ്ധമായി തീർന്നിരിക്കുന്ന സ്ഥലമാണ്. എന്തിന്റെ പേരിലാണെന്ന് അറിയാമോ? ഗുരുദേവന്റെ ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരം കൈതമുക്കിലാണുള്ളത്. അവിടെ 3-4 നിലകളിലായി മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും മറ്റു സൗകര്യങ്ങളും എല്ലായിട്ട് വാടകയ്ക്ക് SNDP കൊടുത്തിരിക്കുന്ന ഒരു വലിയ സൗധം കൈതമുക്കിലുണ്ട്. അപ്പൊ അതിനടുത്ത് ആശാന്റെ വീടുണ്ടായിരുന്നു. ആശാൻ അന്ന് യഥാർത്ഥത്തിൽ കൈതമുക്കിൽ താമസിക്കുമ്പോഴാണ് സഹോദരൻ അയ്യപ്പൻ ഉന്നത വിദ്യാഭ്യാസത്തിനായി തിരുവനന്തപുരത്തെ ഗുരുദേവ നിയോഗ പ്രകാരം ചെന്ന് ചേരുകയും കൈതമുക്കിൽ ആശാനോടൊപ്പമാണ് അന്ന് സഹോദരൻ അയ്യപ്പൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും താമസം പരസ്പരം എന്താ പറയാ, കൊടുക്കൽ വാങ്ങലുകൾക്ക് വളരെയേറെ ഇടയായിട്ടുണ്ട്. അതും സാഹിത്യ രംഗത്തെ കൊടുക്കൽ വാങ്ങലുകൾക്ക്. രണ്ടുപേരും കവിത എഴുതുന്നവർ. സഹോദരൻ അയ്യപ്പന് നല്ല ഒന്നാന്തരമായിട്ട് കവിത എഴുതുന്നയാളാണ്. ആശാനും അറിയപ്പെടുന്ന മഹാകവി. അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാഹിത്യ ചർച്ചകൾ വീട്ടിൽ അനസ്യൂതം നടക്കുകയും രണ്ടുപേരും ചർച്ചയിൽ അവസാനം വഴക്ക് പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഴക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിലുള്ള വഴക്കുണ്ടാക്കലാണ്. കാരണം ആശാൻ എഴുതുന്ന ചില കവിതകൾ സഹോദരനെ പറയും കൊള്ളില്ല, അത് അങ്ങനെയല്ല എഴുതേണ്ടത്, ആ പ്രയോഗം തെറ്റാണ്, ആ പ്രയോഗം തന്നെയാണ് ശരി, വേറൊരു പ്രയോഗവും ശരിയല്ല എന്ന് സംസ്കൃതത്തിൽ കടിച്ച പൊട്ടാത്ത ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് ആശാൻ സഹോദരനയ്യപ്പനെ മൂലയ്ക്ക് ഇരുത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. സഹോദരനയ്യപ്പൻ അത്രയും സംസ്കൃത പാണ്ഡിത്യം ഉണ്ടായിരുന്നില്ല. സംസ്കൃതം അറിയാമായിരുന്നു, BA പാസ്സായി LLBക്ക് പഠിക്കാൻ ചേർന്ന ആളാണ്, കൊണ്ട് ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പക്ഷെ സംസ്കൃതത്തിൽ വെളിയിൽ പോയി സംസ്കൃതം പഠിച്ച് ആശാൻ നേടിയ പാണ്ഡിത്യം സഹോദരനയ്യപ്പൻ ഇല്ലാഞ്ഞതുകൊണ്ട് പലപ്പോഴും ഈ തർക്കങ്ങളെല്ലാം തോറ്റിരുന്നത് സഹോദരനയ്യപ്പനായിരുന്നു എന്നാണ് പറയുക. പക്ഷെ അവർ തമ്മിൽ ആത്മമിത്രങ്ങളായിരുന്നു. ഈ ആത്മമിത്രങ്ങളായിരുന്നു എന്നതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, കുമാരനാശാൻ വിവാഹിതനായി സഹധർമ്മിണിയുമായിട്ട് നേരെ കൈതമുക്കിൽ വന്നപ്പോഴാണ് ആശാന്റെ വീട്ടിൽ നിന്ന് സഹോദരനയ്യപ്പൻ താമസം മാറ്റുന്നത്. ആശാൻ തന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് തോളിൽ തൂക്കി ആശാനോടും സഹോദരയ്യപ്പൻ തന്റെ ബാഗൊക്കെ തോളിൽ തൂക്കി കുമാരനാശാനോടും സഹധർമ്മിണിയോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ഒരു രംഗമുണ്ട്. യാത്ര പറഞ്ഞ് ഈ സഹോദരയ്യപ്പൻ നടന്നു നീങ്ങുമ്പോൾ നിർനിമേഷനായി കുമാരനാശാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് സഹധർമ്മിണി ഭാനുമതി അമ്മ ആശാനോട് ചോദിക്കും, എന്തു പറ്റി? ആശാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആ ഒരു വാചകത്തിൽ ആശാനും സഹോദരനയ്യപ്പനും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി വെളിവായി കിട്ടും. അതിങ്ങനെയായിരുന്നു. ആശാൻ പറഞ്ഞു, ഈ വീടിന്റെ വിളക്കാണ് ആ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ നോക്കി നിൽക്കുന്നത്. ഓർക്കണം, ഈ വീടിന്റെ വിളക്കാണ് ആ ഇറങ്ങിപ്പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ നോക്കി നിൽക്കുന്നത് എന്ന് കുമാരനാശാൻ പറയും.
എത്ര ദൃഢതരമായിരുന്നു, എത്ര സ്നേഹമസൃണമായിരുന്നു, എത്ര ഇഴുകിച്ചേർന്ന വ്യക്തി ബന്ധങ്ങളായിരുന്നു ആശാനും സഹോദരൻ അയ്യപ്പനും തമ്മിലെന്ന് ഇതിൽ കൂടുതലൊരു തെളിവ് നിരത്തേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആശാൻ മുഴുകിയിരിക്കുമ്പോൾ തന്നെ ആശാന് 2-3 കാഴ്ചപ്പാടുകൾ വ്യക്തമായി ഈ സമുദായത്തിന്റെ വേദികളിൽ നിരത്തുന്നുണ്ട്. ഒന്ന് ഇതാണ്, ആശാൻ പറയുന്നത്, ആശാന്റെ പ്രസംഗങ്ങളെല്ലാം മിക്കവാറും ആശാൻ സാധാരണ മീറ്റിങ്ങുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്ന മീറ്റിങ്ങുകൾ, അതായത് കേഡേഴ്സ് അല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡെലിഗേറ്റ്സ് അല്ലാത്ത ആളുകൾ എല്ലാവരും ചേരുന്ന മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആശാൻ പറയും, നമുക്ക് ഈ പാരമ്പര്യ രീതിയിലുള്ള തൊഴിലും കൊണ്ട് ജീവിച്ചാൽ പോരാ. നമ്മുടെ പാരമ്പര്യ തൊഴിലുകൾ എന്തൊക്കെയാണ്? കയറ് വിരിപ്പ്, അതുപോലെ തന്നെ തെങ്ങ് ചെത്ത്, നെയ്ത്ത് തുടങ്ങിയ പലതുമാണ് കൂടുതൽ ആളുകൾക്കും. വൈദ്യവും അതുപോലെ തന്നെ ജ്യോതിഷവും ഒക്കെ ഉണ്ട്, അത് ചുരുക്കം ആളുകൾക്കാണ്. പക്ഷെ അതുകൊണ്ട് അതിന് നമുക്കൊരു പരിഷ്കാരം വരുത്തണം. ബാക്കി തൊഴിലുകൾ കൂടി നമുക്ക് പഠിച്ചാൽ എന്താ? ആശാൻ ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഇരുമ്പ് സാധനങ്ങൾ, അതായത് കറിക്കത്തി, കോടാലി, വെട്ടുകത്തി, ഇതൊക്കെ ഉണ്ടാക്കുന്ന തൊഴിൽ നമുക്ക് ശീലിച്ചുകൂടാ? മോശമാണോ? നാണക്കേടാണോ? ആശാൻ ചോദിക്കും. എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ തടി ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല? ആശാരിപ്പണി നമ്മൾ പഠിച്ചാൽ എന്താണ്, ചെയ്താൽ എന്താണ്? ഇത് ആശാൻ ചോദിക്കുമായിരുന്നു. ആശാന്റെ മനസ്സിൽ അതൊക്കെ ഉണ്ടായിരുന്നു. ആശാൻ ആ കൂട്ടത്തിൽ പറയും, ഈ ചകിരിത്തൊണ്ട് കൊണ്ടുപോയി കായൽ അതുപോലുള്ള ചതുപ്പ് നിലങ്ങളിൽ കെട്ടിത്താത്ത് ചീച്ച് അടുക്കാൻ വയ്യാത്ത ദുർഗന്ധമായിട്ട് വെളിയിലെടുത്തിട്ടാണ് ഈ സ്ത്രീകൾ ഇരുന്ന് തൊണ്ട് തല്ലി അതിന്റെ നാരെടുക്കുന്നത്. ഇതൊരു പഴഞ്ചൻ സമ്പ്രദായമല്ലേ? നമുക്കത് എന്തുകൊണ്ട് പരിഷ്കരിച്ചുകൂടാ? ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ പച്ച തൊണ്ടിൽ നിന്ന് അതിന്റെ ചോറ് മാറ്റി ചകിരിനാരെടുക്കാൻ കഴിയുമല്ലോ. വിദേശങ്ങളിലൊക്കെ അതിനുള്ള സൗകര്യം കാണും. അത് എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നുകൂടെ? ആശാൻ ചോദിക്കുമായിരുന്നു. കാരണം അതൊരു വലിയ മാറ്റമാണ്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത്, ഇതുപോലെ തന്നെ കാർഷിക രംഗത്തെക്കുറിച്ചും ആശാൻ പറയുമായിരുന്നു. കൃഷി പഴയ സമ്പ്രദായത്തിലുള്ള വിത്തുകൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ, ആധുനിക രീതിയിലുള്ള വിത്തുകൾ ഉപയോഗിക്കണം. അതിന് ആധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പാഠങ്ങൾ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ പോയി പഠിക്കണം. ഇത് എവിടെ നിന്ന് കിട്ടിയ അറിവ് എന്ന് ചോദിച്ചാൽ, കൽക്കട്ടയിലും ബാംഗ്ലൂരും മദ്രാസിലുമായി മാറി മാറി ആശാൻ പഠിച്ചപ്പോൾ തന്റെ ഭാഷാ പഠനത്തോടൊപ്പം തന്നെ ഈ സമൂഹത്തെ കുറിച്ച് കൂടി ആശാൻ അവിടെ പഠിക്കുകയായിരുന്നു എന്നത് നിസ്സംഗമായ കാര്യമാണ്. ആ പഠനത്തിലൂടെയാണ് ആശാൻ ഈ അറിവെല്ലാം നേടിയത്. അപ്പൊ അത് ഇവിടെ തന്റെ സംഘടനയ്ക്കകത്ത് ഉപയോഗിക്കാൻ കഴിയണം എന്ന് ആശാൻ പലപ്പോഴും ആഗ്രഹിക്കുകയും അതെല്ലാം പല വേദികളിലായി ആശാൻ പറയുകയും ചെയ്തു. നമുക്കറിയാം, SNDP യോഗം എന്ന സംഘടനയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ പൂർണ്ണമായ മുഖം അവതരിപ്പിക്കുന്ന ആദ്യത്തെ സംഘടന. എന്ന് പറഞ്ഞാൽ, ജനാധിപത്യത്തിന്റെ സവിശേഷത ജനാധിപത്യത്തിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടത്തണമെന്നാണ്. ഇപ്പോഴത്തെ ജനാധിപത്യത്തിൽ അങ്ങനെയാണോ നടക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനില്ല. അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോ പക്ഷം പിടിച്ച് അതിനെ ന്യായീകരിച്ചൊക്കെ പറയാം. പക്ഷെ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് അതാണ്. ജനങ്ങൾ ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ നിരത്തുമ്പോൾ അതിനനുസരിച്ച് ഭരണം നടത്തുക എന്നാണ്. ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച്, അല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് തീരുമാനം ഉണ്ടാവണം. അങ്ങനെ തീരുമാനം ഉണ്ടാകുമ്പോഴാണ് അത് ജനാധിപത്യമാകുന്നത്. ഇതെങ്ങനെ SNDP യോഗത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, SNDP യോഗത്തിന്റെ ആദ്യകാല തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് ഒരിക്കലും കൗൺസിൽ അംഗങ്ങൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഒന്നിച്ച് ചേർന്നിരുന്നായിരുന്നില്ല. അന്ന് അരുവിപ്പുറത്ത് എല്ലാവരും വന്നു ചേരുക എന്ന് പറയുന്ന, അരുവിപ്പുറമാണ് അതിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് യോഗത്തിന്റെ ആദ്യകാലം. പിൽക്കാലത്ത് ബൈലോ ഭേദഗതി ചെയ്തിട്ടാണ് കേരളത്തിലാകെ ജൂറിസ്ഡിക്ഷൻ ഉള്ള സംഘടനയായത് മാറുന്നത്. അത് ഇരിക്കട്ടെ. അപ്പൊ അരുവിപ്പുറത്ത് എത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അന്ന് കണ്ടുപിടിച്ച ഒരു ഉപാധി, എല്ലാവർക്കും ഏത് കാര്യത്തിലാണോ തീരുമാനം എടുക്കേണ്ടത് ആ കാര്യം സംബന്ധിച്ച് രേഖപ്പെടുത്തിയ പോസ്റ്റ് കാർഡുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഈ പോസ്റ്റ് കാർഡ് കിട്ടിയാൽ കൗൺസിൽ അംഗങ്ങൾ അഥവാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അത് പരിശോധിച്ചിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി മറ്റൊരു പോസ്റ്റ് കാർഡ് തിരികെ അയക്കണം. ഇതെല്ലാം അരുവിപ്പുറത്ത് കിട്ടിക്കഴിയുമ്പോൾ അത് അടുക്കി വെച്ചുകൊണ്ട് ഗുരുദേവന്റെ അടുക്ക് ചെന്നിട്ട് കുമാരനാശാൻ പറയും, എല്ലാവരുടെയും കത്ത് കിട്ടിയിട്ടുണ്ട്, തീരുമാനം എടുക്കുന്നതിനുള്ള മീറ്റിംഗ് ഉണ്ടാവും. ഗുരുദേവൻ അവിടെ വന്ന് ഭൂഷണാവും. കുമാരനാശാൻ ഒന്നൊന്നായി ഈ കത്തുകളെല്ലാം വായിക്കും. അതിൽ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം ഗുരുദേവൻ മനസ്സിലിങ്ങനെ കുറിച്ചു. അവസാനം ഈ കേട്ടത് മുഴുവൻ ആവർത്തിച്ച് കുമാരനോട് പറയും, ഇന്നയാൾ ഇന്ന അഭിപ്രായമാണ് എഴുതിയിരിക്കുന്നത്, ആലുംമുട്ടി ചാന്നാരുടെ അഭിപ്രായം വ്യത്യസ്തമാണ്,
ചാവറകെട്ട് കൊച്ചർക്കൻ വൈദ്യൻ അതിനോട് യോജിച്ചിട്ടുണ്ട്. അപ്പൊ മാധവ വൈദ്യർ അതിനെ എതിർത്തിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്ന് എണ്ണി പറഞ്ഞിട്ട് പറയും, ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിരിക്കുന്നത് ഇതാണല്ലോ കുമാര, അതുകൊണ്ട് നമുക്ക് അത് തീരുമാനിച്ചതായിട്ട് മിനിറ്റ്സ് എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എഴുതിയിരുന്നത്. ഇത് ചരിത്രരേഖയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത്രമാത്രം ജനാധിപത്യത്തെ പുൽകിയിരുന്ന, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ സ്വീകരിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ് SNDP എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനൊക്കെ ഗുരുദേവന്റെ ദീർഘവീക്ഷണവും ക്രാന്തദർശിത്വവും അതുപടി മനസ്സിലാക്കി പെരുമാറാനുള്ള കുമാരനാശാന്റെ വൈഭവവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതാണ് ആശാന്റെ പ്രത്യേകത. ആശാൻ നല്ല സഞ്ചാരപ്രിയനായിരുന്നു. ഗുരുദേവനെ പോലെ തന്നെ നിരന്തരമായ യാത്രകൾ ആശാൻ ഉണ്ടായിരുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, SNDP യോഗത്തിന്റെ കസേരയിൽ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആശാന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സാഹിത്യ സൃഷ്ടികളെല്ലാം വെളിയിൽ വന്നിരിക്കുന്നത്. 1907 മുതലുള്ള കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ രചനകളെല്ലാം വെളിയിൽ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഓർക്കണം, ഒരു ഉത്തരവാദിത്വമുള്ള അഥവാ ശൈശവത്തിൽ എത്തി നിൽക്കുന്ന ഒരു സംഘടനയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് എതിർപ്പുകളെ അതിലംഘിച്ച് മുന്നോട്ട് പോകേണ്ട സംഘടനയാണ്. അതിനെല്ലാം സമയം കണ്ടെത്തേണ്ടി വരുമ്പോൾ, എന്ന് മാത്രമല്ല ആശാൻ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ആശാൻ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിൽ ആശാനെ ഒന്ന് ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഗുരുദേവന്റെ മുമ്പിൽ അപേക്ഷിക്കുന്ന ആ പ്രസംഗത്തിൽ ആശാൻ ഇപ്രകാരം പറയുന്നുണ്ട്: ഇതുവരെയുള്ള എൻ്റെ പ്രവർത്തനത്തിൽ എൻ്റെ സമയത്തിന്റെ സിംഹഭാഗവും എന്നെ എതിർക്കുന്ന വ്യക്തികൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി നീക്കി വെക്കേണ്ടി വന്നിരിക്കുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ ഇത്രയും കാലം കൊണ്ട് കഴിയാതെ പോയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്നേക്കാൾ പ്രഗത്ഭനായ ആരെയെങ്കിലും ആളുകളെ ഈ ചുമതല ഏൽപ്പിക്കണം. ധാരാളം ആളുകൾ അഹമഹമികയ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇത്. അതുകൊണ്ട് സ്വാമി തൃപ്പാദങ്ങൾ അവിടുന്ന് ദയവുണ്ടായി എന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവന്റെ മുമ്പിൽ നിവേദനം ആശാൻ കൊടുക്കുമായിരുന്നു. അപ്പൊ തന്നെ ആശാൻ പറയുന്നത് എന്താണ്? എത്രയോ ആളുകൾ മുന്നോട്ട് കടന്നു വരുന്നു, എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി നീക്കി വേണ്ട തിരക്കിട്ട സമയം മുഴുവനും അല്ലെങ്കിൽ അതിന്റെ സിംഹഭാഗവും ഇതുങ്ങളോട്, എന്നെ എതിർക്കുന്നവരോട് പടപൊരുതാൻ വേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്നു. കാരണം അപ്പൊ അങ്ങനെ ഒരു എതിർപ്പ് ഒരു വശത്ത്. നമുക്ക് ഗുരുദേവന്റെ ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരം പണിയുന്ന ആശാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ആദ്യത്തെ കെട്ടിടം, ഇപ്പോഴത്തെ അല്ല. അത് പണിയുന്ന കാലത്ത് അതിന്റെ പണം ആശാൻ മോഷ്ടിച്ചു എന്നുവരെ ഒരു മോഷ്ടാവായി ആശാനെ ചിത്രീകരിക്കുന്ന സ്ഥലം വരെ ആ കാര്യങ്ങൾ പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ആളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അത്രയും തിരക്ക്, ഞാൻ പറഞ്ഞു വന്നത് മാനസിക സംഘർഷം ഒരുപാട് ആശാൻ അനുഭവിക്കുന്നു ആ കാലഘട്ടത്തിൽ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നത്, അല്ലാതെ മറ്റൊരു ദുരുദ്ദേശം ഇല്ല. അപ്പൊ അങ്ങനെ മാനസിക സംഘർഷം, ആത്മസംഘർഷം അനുഭവിക്കുന്ന ആശാനാണ് അതിമനോഹരമായ കവിതകൾ എഴുതിയിട്ടുള്ളത്. നമ്മൾ ആലോചിച്ചു നോക്കും, ആ കാലഘട്ടത്തിൽ അചിന്ത്യമായ കവിതകളാണ് ആശാൻ എഴുതി വെച്ചത്. എത്ര വൈവിധ്യമാണ് ആശാൻ കവിതകളിലുള്ളത്. അന്നത്തെ സാമൂഹിക വിഷയങ്ങളെ, പ്രശ്നങ്ങളെ എല്ലാം കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്കറിയാം, ഓരോ കവിതയും ഒന്നിനൊന്ന് മെച്ചമായ കവിതകൾ, ഒന്നിലൊന്നും വ്യത്യസ്തമായ കവിതകൾ. പക്ഷെ അതിന്റെ എല്ലാം മൂല്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന് മുമ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ കവിതാ ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആശയ പരതയും മൂല്യങ്ങളും നിറച്ചു വെച്ചിരിക്കുന്ന ആ കവിതകളൊക്കെയും വെളിച്ചം കണ്ടത് ഞാൻ സൂചിപ്പിച്ച പോലെ ആശാൻ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോഴാണ്. പക്ഷെ ആശാനെ അംഗീകരിക്കാൻ കാവ്യ ലോകത്ത് ചിലരെങ്കിലും ഒന്ന് മടി കാണിച്ചിരുന്നു. ഉള്ളൂർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ തിരുവിതാംകൂറിലെ കവികളുടെ ബയോഡേറ്റ പ്രസിദ്ധീകരിക്കാൻ ഒരു ഡയറക്ടർ, അത്ര വിചാരിച്ചാൽ മതി, പ്രസിദ്ധീകരിക്കാൻ തീരുമാനമെടുത്തു. ഈ വാർത്ത കണ്ടിട്ട് കുമാരനാശാൻ തന്റെ ബയോഡേറ്റ അയച്ചു കൊടുത്തു, ആ ഡയറക്ടറിൽ തന്റെ പേര് കൂടി വരാൻ. പക്ഷെ ആശാന് വന്ന മറുപടി ഇപ്രകാരമായിരുന്നു: ഈ ഡയറക്ടറി ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ രാജ്യത്ത് അറിയപ്പെടുന്ന കവികളുടെ ബയോഡേറ്റ പ്രസിദ്ധീകരിക്കാനാണ്. താങ്കളെ പോലെ
ഡയറക്ടറുടെ പേജുകൾ നീക്കിവെക്കാൻ നിവൃത്തിയില്ല എന്ന വ്യസന സമേതം താങ്കളെ അറിയിച്ചു കൊള്ളുന്നു എന്ന മറുപടി ലഭിച്ചു. ചരിത്രത്തിലുള്ള ഞാനിപ്പോൾ ആശാൻ ആകെ രോക്ഷാകുലനായി. കാരണം എന്നെ പൊട്ടക്കവി ആക്കുക മാത്രമല്ല ഇത് എന്റെ ജാതി കൂടി പറഞ്ഞിരിക്കുന്നു. അതിനാണ് ഇതേറെ ചർച്ചാ വിഷയമാകുകയും ഉള്ളൂര് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ആ ചെയ്ത ആളിനെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ വേറെ ചില ഭാഗങ്ങൾ കാണുന്നു. അതെന്തുമാവട്ടെ, പക്ഷെ അന്ന് ആശാൻ ഈ സമൂഹത്തോടായി ഉച്ചത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിങ്ങനെയായിരുന്നു: എന്നെ പൊട്ടക്കവി എന്ന് വിളിച്ച ഈ ആളുകളെ കൊണ്ട് മഹാകവി എന്ന് എന്നെ വിളിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ മരിക്കുകയുള്ളൂ. അതായിരുന്നു. അത് അതുപോലെ സംഭവിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, 1921 ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന വെയിൽസ് രാജകുമാരൻ ഈ സമൂഹത്തിലെ മഹാകവി പട്ടം കൊടുത്ത് ആദരിക്കുന്ന ഒരു ചടങ്ങ് നടന്നു. അതിൽ പ്രഥമ ഗണനീയനായി പരിഗണിച്ചത് കുമാരനാശാനെയാണ്. കുമാരനാശാൻ മദ്രാസിൽ വെച്ച് നടന്ന ആ വലിയ സമ്മേളനത്തിൽ ഇവിടെ നിന്ന് പോയി പങ്കെടുക്കുകയും അവിടെ വെയിൽസ് രാജകുമാരൻ ആശാന്റെ കൈകളിൽ തങ്കവള അണിയിക്കുകയും ആശാനെ പട്ട് വസ്ത്രം പുതപ്പിക്കുകയും ചെയ്തു. ആ തങ്കവളയും പട്ടുവസ്ത്രവുമായി ആശാൻ നേരെ വന്നത് ഗുരുദേവ സൗധത്തിലേക്കാണ്. എന്നിട്ട് ആശാൻ പറഞ്ഞു, സ്വാമി, തൃപ്പാദങ്ങൾ ഈ പട്ടുവസ്ത്രവും തങ്കവളയും വാങ്ങിച്ചു വെക്കണം, എൻ്റെ ഒരു ഗുരുദക്ഷിണയായി ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. മൗനിയായിരുന്ന ഗുരുദേവൻ ആശാനോട് പറഞ്ഞു, നമുക്ക് പട്ടുവസ്ത്രത്തിന്റെ ആവശ്യമില്ല, നമുക്ക് തങ്കവളയുടെ ആവശ്യം അല്പം പോലുമില്ല. കുമാര, നീ അത് വെച്ചേക്കു. അല്ല, അത് സ്വാമിക്ക് തരാൻ കൊണ്ടുവന്നാണ്, ഞാൻ കൊണ്ടുപോവുകയില്ല, വെച്ചേക്കുകയില്ല, കൊണ്ടുപോവുകയില്ല. ഇങ്ങനെ തർക്കിച്ചു ആശാൻ. കുമാരനെ സ്വാതന്ത്ര്യപ്പെടുത്തിക്കൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, കുമാര, നാം പറയുന്ന നീ കേൾക്ക്, നീ അത് വീട്ടിൽ കൊണ്ട് വെച്ചേക്കുക. യാത്രാമധ്യേ അതിലൂടെ വരുമ്പോൾ എനിക്കതെടുത്ത് ഉപയോഗിക്കാൻ കഴിയുമല്ലോ. കാരണം ആശാനെ സമാധാനിപ്പിക്കാൻ വേറൊരു വാക്ക് ഗുരുവിനില്ല. ഇങ്ങനെ പറഞ്ഞു. കുമാരന് സന്തോഷമായി. കുമാരനാശാൻ അത് വീട്ടിൽ കൊണ്ട് വെച്ചു. പക്ഷെ ഗുരുദേവൻ അതിലെ ചെന്നിട്ടില്ല, അതെടുത്ത് ഉപയോഗിച്ചിട്ടുമില്ല. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അതിനൊരു തീരുമാനമാകുന്നതിന് മുമ്പ് ആശാൻ ഇഹലോകവാസം വെടിയേണ്ടിയും വന്നു. അതിലേറ്റവും സങ്കടകരമായ ഒരു കാര്യമുണ്ട്, അതുകൂടി പറയാം അതുമായി ബന്ധപ്പെട്ട്. ആശാൻ സ്മാരകമായി തോന്നക്കൽ കെട്ടിടം പണിത് ആശാന്റെ വീടിനോട് ചേർന്ന ആ സ്ഥലമെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്ത് ആശാൻ സ്മാരകമാക്കി കെട്ടിടം പണിതു. അവിടെ നിങ്ങൾ ഇപ്പോൾ ചെന്നാൽ കാണാൻ കഴിയും. ഞാൻ കണ്ടതാണ്, ഇപ്പൊ അതെടുത്ത് മാറ്റുമെന്നറിയത്തില്ല. ആശാന്റെ കയ്യെഴുത്ത് പ്രതികൾ, കവിതകളുടെ കയ്യെഴുത്ത് പ്രതികൾ, ആശാന്റെ ഡയറി കുറിപ്പുകൾ, ആശാന്റെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒരിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെയാണ് ആശാന്റെ തങ്കവള ഇരുന്നത് എന്ന് മാത്രം. അവിടെ ഒരു പാട് മാത്രമുണ്ട്. പഴകിയ പട്ടുവസ്ത്രം അതിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരിക്കൽ ഇങ്ങനെ വെച്ചിരുന്ന ഈ തങ്കവള ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. അതാണ് നമ്മുടെ ഒരു ദുര്യോഗം. ആശാന് വെയിൽസ് രാജകുമാരൻ കൊടുത്ത തങ്കവള ഇപ്പോൾ ഒരു പക്ഷേ ഉരുക്കി പണിത് കമ്മലുകളോ കാതിപ്പൂക്കളോ അല്ലെങ്കിൽ മാലകളോ അല്ലെങ്കിൽ മറ്റ് നെക്ലേസുകളോ ഒക്കെ ആക്കി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവും. ആരെ? ആ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ. അപ്പൊ അങ്ങനെ ആശാന്റെ സ്മാരകമായി എന്നും നിലനിൽക്കുമായിരുന്ന തങ്കവള അവിടെ ഇല്ല. അതിന് പകരം അവിടെ ആശാനെ അന്ന് അണിയിച്ച പട്ടുവസ്ത്രം മാത്രമാണുള്ളത് എന്നുകൂടി ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആശാനെ കുറിച്ച് പറഞ്ഞാൽ ഇനിയും കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. 9 മണിക്ക് നിർത്തണമെന്നാണ് ഇതിന്റെ നിർദ്ദേശം. നേരത്തെ കിട്ടിയത്, ഈ പ്രാവശ്യം കിട്ടിയതും. അതുകൊണ്ട് 8:59 ആയതുകൊണ്ട് ആശാനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പെട്ടെന്നൊരു വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. 1924 ആശാൻ പല്ലന ബോട്ടപകടത്തിൽ നിര്യാതനാവുന്നത്. 2 പക്ഷമുണ്ട് അതിനെക്കുറിച്ച്. ആശാൻ പല്ലന ബോട്ടപകടത്തിൽ പെട്ട ആ ബോട്ടിൽ കയറാൻ കൊല്ലത്ത് എത്തുന്നതിന് മുമ്പ് ശിവഗിരിയിൽ ചെന്നിരുന്നു എന്നും ഗുരുദേവനെ കാണാൻ കഴിയാതെ മടങ്ങിപ്പോയി എന്നും ആശാൻ പോയി എന്ന് ബോട്ടപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ ഗുരുദേവൻ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു എന്നും അത് അന്വർത്ഥമാകുന്ന തരത്തിൽ ആശാൻ മരിക്കുകയാണ് ഉണ്ടായതെന്നുമുള്ള തരത്തിലുള്ള ഒരു ഇത്. അതല്ല, ആശാൻ ഗുരുദേവനെ കാണാൻ പോയിരുന്നത് 2 ദിവസം മുമ്പായിരുന്നു എന്നും ബോട്ടപകടം നടന്ന ദിവസം ആശാൻ നേരിട്ട് വീട്ടിൽ നിന്ന് തോന്നക്കലിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് മുരിക്കുംപുഴയിൽ നിന്ന്
കൊല്ലത്തെത്തി. കൊല്ലത്ത് നിന്ന് ബോട്ടിൽ കയറി ആലുവ ആശാൻ അന്ന് ഷെയർ ഉണ്ടായിരുന്ന ഒരു ബോട്ട് കമ്പനിയുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോയതാണെന്നും മടങ്ങി വരുന്ന വഴി കോട്ടയത്തെത്തി. കോട്ടയത്ത് ആചന്ദ്ര താര പ്രശോഭന സഭയുടെ മീറ്റിംഗിൽ പങ്കെടുക്കാമെന്ന് കോട്ടയത്തെ അതിന്റെ ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ടായിരുന്നെന്നും അങ്ങനെയാണ് യാത്ര തിരിച്ചതെന്നും രണ്ടു പക്ഷമുണ്ട്. അപ്പൊ ഗുരുദേവൻ അവിടെ വെച്ച് ഇങ്ങനെ ആശാൻ പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം കമ്പി വന്നു. ആശാൻ, അതായത് ടെലിഗ്രാം, ആശാൻ മരിച്ചുപോയി എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞപ്പോഴാണ് ഗുരുദേവൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായത് എന്നൊക്കെയുള്ള ചരിത്രകാരന്മാരുടെ പക്ഷവും അങ്ങനെ അല്ലായിരുന്നു എന്നുള്ള ചരിത്രകാരന്മാരുടെ പക്ഷവും രണ്ട് പക്ഷമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല. എല്ലാ കാര്യത്തിലും ഇങ്ങനെ പല പക്ഷങ്ങളുണ്ടല്ലോ. എന്തായാലും ആശാൻ 1924 വല്ലന ആറ്റിൽ ബോട്ടപകടത്തിൽ മരിക്കുന്നത് ജനുവരി മാസം 16 നമ്മുടെ ചില ആളുകളൊക്കെ പറയുമ്പോൾ ഈ ആശാനെ കുറിച്ച് ഇങ്ങനെ അറിയാതെ പറയും. കുമാരൻ ആശാനെ അവസാനം ആയപ്പോൾ എന്തൊക്കെയോ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ സംഘടനയോട്. അവർ പറയുന്ന ന്യായം എന്താണെന്നറിയോ? അതിന്റെ തെളിവായിട്ട് 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ ആശാൻ പങ്കെടുത്തിട്ടില്ല. 1924 നടന്ന സർവമത സമ്മേളനത്തിൽ ആശാൻ പങ്കെടുത്തിട്ടില്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ചിലരൊക്കെ ബാലിശമാണ് അഭിപ്രായം. കാരണം ഇത് രണ്ടും 1924 നടന്നതെങ്കിലും അതേ 1924 ജനുവരി 16 ആശാൻ ഇഹലോകവാസം വെടിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് നടന്ന സമ്മേളനങ്ങളിൽ ആശാൻ പങ്കെടുക്കാതിരുന്നത് എന്നെങ്കിലും ജനങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും പല്ലന ബോട്ടപകടത്തിൽ മഹാകവിയുടെ അന്ത്യം ഉണ്ടായി. ആ ബോട്ടപകടത്തിന് ശേഷം ആ നാട്ടുകാരൊരു വാശി പിടിച്ചു. ആശാന്റെ മൃതശരീരം ആർക്കും വിട്ടുതരികയില്ല. ഇവിടെ വെച്ചാണ് ആശാൻ മൃതി അടഞ്ഞതെങ്കിൽ അത് ചരിത്ര നിയോഗമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്മാരകം കിട്ടണം എന്ന് പറയുകയും അങ്ങനെ ആശാന്റെ മൃതശരീരം ആ പല്ലനയിൽ തന്നെ അടക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു എന്നും ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. എന്തായാലും ശ്രീനാരായണ ഗുരുദേവന്റെ അരുമ ശിഷ്യനായിരുന്ന, ഗുരുവിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് ആരാധന നടത്തിയിരുന്ന, അണകവിയും നരലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ച് കവിഞ്ഞ് പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ എന്ന് പറയുകയും എഴുതുകയും അതോടൊപ്പം തന്നെ ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ആരാധ്യൻ അത് ഓർത്തിയിടുകിൽ ഞങ്ങൾക്ക് അവിടുന്നാം നാരായണമൂർത്തെ ഗുരുനാരായണമൂർത്തെ എന്നെഴുതുകയും ചെയ്ത ആ മഹാത്മാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ആ സ്മരണകളെ നിങ്ങളുടെ ജീവിതത്തിൽ, യോഗ പ്രവർത്തനത്തിൽ, കുടുംബജീവിതത്തിൽ ഒക്കെ ഒരു മാതൃകയായി സ്വീകരിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവചരിത്രമാണ് ആശാന്റെ ജീവിതം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഗുരുദേവ കാരുണ്യവും അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കട്ടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീ സർ. മഹാഗുരുവിന്റെ മാനസപുത്രനായ മഹാകവിയൻ കുമാരനാശാനെ കുറിച്ചാണ് നാം ഇത്രയും നേരം ശ്രവിച്ചത്. ഇന്നത്തെ ക്ലാസിന്റെ അവലോകനം വളരെ ചുരുങ്ങിയ വാക്കുകൾ നടത്തുന്നതിനായി ശ്രീ രാജേഷ് കുമരകത്തെ ക്ഷണിക്കുകയാണ്. ശ്രീ രാജേഷ് കുമരകം. സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് നമുക്ക്, അതുകൊണ്ട് ശ്രീമതി ആശ ഷിബു. ശ്രീമതി ആശ ഷിബു ലൈനിലുണ്ടായിരുന്നു. ഓക്കെ. ശ്രീ പ്രഭുകുമാർ സാർ. സാർ, ഇന്നത്തെ ക്ലാസിന്റെ അവലോകനം ചുരുങ്ങിയ വാക്കുകൾ ഉണ്ട്. ശ്രീ പ്രഭുകുമാർ സാർ, നീണ്ടൂർ. ശ്രീമതി ബിന്ദു ലാലു. എല്ലാവർക്കും നമസ്തേ. നമുക്ക് വളരെ നമസ്തേ. ഇന്ന് മഹാകവി കുമാരനാശാനെ കുറിച്ച് 1 മണിക്കൂർ സമയം കൊണ്ട് മഹാകവിയുടെ ആ ജീവിതത്തിലൂടെ, അത് സംഘടനാ പ്രവർത്തനത്തിലൂടെ ഗുരുവിനെ കണ്ടുമുട്ടുന്ന ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച മുതല് കുമാരവിന്റെ 1924 ജനുവരി 14 വരെയുള്ള ആ ജീവചരിത്രങ്ങള്
ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ രസകരമായും ആർക്കും ഒരു ബോറടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി തന്നെ പറഞ്ഞു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ശശി സാറിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെട്ടു. എനിക്ക് അറിയാൻ വയ്യാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് ക്ലാസ്സിൽ നിന്നും ലഭിച്ചു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് കാലാവസ്ഥയുടെ കാരണങ്ങൾ മൂലം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. വളരെ സങ്കടമുണ്ടായിരുന്നു. എങ്കിലും ഇന്നത്തെ ക്ലാസ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം തരുന്നൊരു ക്ലാസ് ആയിരുന്നു. വളരെയധികം അറിവ് നൽകിയ ഒരു ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. മഹാകാവ്യം എഴുതാത്ത മഹാകവി, ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നീ നിലകളിൽ മാത്രം നാം അറിഞ്ഞിരുന്ന കുമാരനാശാൻ കുമാരനാശാൻ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കുമാരനാശാനെ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും ആ മഹാകവിയെ കുറിച്ച് അറിയുവാനുള്ള ജിജ്ഞാസ ഞങ്ങൾ വർദ്ധിപ്പിച്ചു തന്ന ശ്രീ VM ശശി സാറിന് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം കോട്ടയത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതുപോലെയൊരു ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് സംഘടിപ്പിച്ചു തരാൻ ഇതിനെല്ലാം മാർഗനിർദ്ദേശവും നൽകി എന്നും ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ഈ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ശ്രീ AB പ്രസാദ് കുമാർ സാറിനോടും അവിടെയുള്ള മറ്റ് അധ്യാപകരോടും എല്ലാ ഗുരുക്കന്മാരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ടീം അംഗങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സും ഇതേപോലെ തന്നെ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ ആയിരിക്കും. ഇനി സമർപ്പണ പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നതിനായി ശ്രീമതി KS രമാദേവി ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് നാരായണ ഗുരു അർപ്പണമസ്തു. ഓം നമസ്തേ എല്ലാവർക്കും.